ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ നമ്മൾ കപ്പിൾ ഡാൻസ് എന്ന് പറയുന്ന മനോഹരമായ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ മൂന്നാമത്തെ പാർട്ടിലേക്കാണ് കടക്കുന്നത്. രണ്ട് പ്രമുഖമായ ബുക്കുകളുടെ എസൻസ് ആണ് വിജയൻ സാറിലൂടെ നമ്മൾ കേൾക്കുന്നത്. വിജയരാമൻ സാർ ഒരു ഫാമിലി തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ട് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പോരാത്തിന് ഡെയിലി ലൈഫിൽ നമ്മൾ എല്ലാവരും ചെയ്യുന്നതും ഈ കപ്പിൾ ഡാൻസ് ആണ്. പല രീതിയിൽ അറിയപ്പെടുന്നുവെങ്കിലും ഒരുപക്ഷെ ഏറ്റവും മനോഹരമായ ഒരു പേരെന്ന് പറയുന്നത് കപ്പിൾ ഡാൻസ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ കപ്പിൾ ഡാൻസിന്റെ മൂന്നാമത്തെ സെഷൻ എന്ന് പറയുമ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മലയാളത്തിൽ തന്നെ സാർ അതിന്റെ ഓരോ പോയിന്റ്സും കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. എത്രമാത്രം പ്രയോജനകരമായി നമുക്കത് ഉപയോഗിക്കാൻ പറ്റും, നമുക്കും നമ്മളുടെ ചുറ്റുപാടിലും ഉപയോഗിക്കാൻ പറ്റും, അതാണ് അതിന്റെ ഒരു പ്രാധാന്യം. തീർച്ചയായിട്ടും വിജയരാമൻ സാറിന്റെ ക്ലാസ്സിലൂടെ സാധ്യമാകുമെന്ന് ഉറപ്പാണ്. ഇതിനു മുമ്പും ഫാമിലി ലൈഫുമായി ബന്ധപ്പെട്ട് ഒത്തിരി ക്ലാസ്സുകൾ, എനിക്കൊരു 27ാമത്തെയോ മറ്റോ ക്ലാസ്സാണ് ഇന്ന് വിജയരാമൻ സാറിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സാറിന്റെ ഈ അറിവിന്റെ വലിയ ഔട്ട്പുട്ടിനെ നമുക്ക് കൃത്യമായിട്ട് സ്വീകരിക്കാം. നമ്മളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം വിജയരാമൻ സാറിനെയും. വിജയരാമൻ സാർ, യു ആർ വെൽക്കം. ഓക്കെ, താങ്ക് യു സാബു സാർ. എന്നെ കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? യെസ്, എല്ലാം ക്ലിയർ ആണ്. ക്ലിയർ ആണ് അല്ലേ? ഓക്കെ. അപ്പോ ഒരു വളരെ താല്പര്യത്തോട് കൂടിയിട്ടുള്ള ഒരു സബ്ജക്ട് എടുത്തിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. 2 സെഷൻ കഴിഞ്ഞ് മൂന്നാമത്തെ സെഷനിലേക്ക് കിടക്കുകയാണ്. കുറച്ചൊരു ഗഹനത ഈ ടോപ്പിക്കിലുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഒട്ടും ഗഹനതയിലേക്ക് ചിന്തിക്കേണ്ടതില്ല. ഇത് സർവസാധാരണമായി ദമ്പതികൾക്കിടയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഒരു സൈക്കോളജിസ്റ്റിന്റെ ബന്ധങ്ങൾ നന്നാക്കാനുള്ള ഒരു മെരിറ്റൽ തെറാപ്പി അല്ലെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഉരുത്തിരിഞ്ഞു എന്നുള്ള ചില കാര്യങ്ങൾ ഒരു ഫേമസ് സൈക്കോളജിസ്റ്റ് എഴുതിയ ഒരു ബെസ്റ്റ് സെല്ലർ പുസ്തകം ഡാൻസ് ഓഫ് ആങ്കർ, അതിനെ റെഫർ ചെയ്തിട്ട്, അതുപോലെ തന്നെ രണ്ടാമത് അവർ തന്നെ എഴുതി, ഒരു ലേഡിയാണത്, അവർ തന്നെ വേറൊരു പുസ്തകം എഴുതി ഡാൻസ് ഓഫ് ഇന്റിമസി. ഇത് രണ്ടിലും ഒരേ രീതി തന്നെയാണ് പ്രതിപാദിക്കുന്നത്. അപ്പൊ ഞാനിത് MSc കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ സിലബസിൽ ഇതിനെക്കുറിച്ചൊരു പറയുന്നുണ്ട്, കപ്പിൾ ഡാൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. സാബു സാർ ഇതിന്റെ തുടക്കത്തിൽ ആദ്യത്തെ സെഷനിൽ പറഞ്ഞു അപ്രോച്ച് ആൻഡ് അവോയ്ഡൻസ്, ദമ്പതികൾ തമ്മിൽ സമീപിക്കലും അകറ്റലും, ഇത് രണ്ടും തമ്മിലുള്ള ഒരു കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു. അത് അളക്കാൻ കഴിയും എന്ന് പോലും സാബു സാർ പറയണ്ടേ, അപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അറിയില്ല. അപ്പൊ ഇതാണ് ദമ്പതികൾക്കിടയിൽ നടക്കുന്നത്. അടുക്കാൻ ആഗ്രഹിക്കുന്നു, ആ അടുപ്പം, സമീപിക്കല് ഒരു പരിധി ലംഘിക്കുമ്പോൾ അതിലൊരു അസഹനീയത വരുകയും അകറ്റാൻ തുടങ്ങുകയും ചെയ്യണം. അപ്പോ ഇതേ സബ്ജക്റ്റ്, ഇതേ ടോപ്പിക് തന്നെ ഇവിടെ എടുക്കാൻ മറ്റൊരു കാരണം കൂടിയില്ല. വനിതാ ദിനത്തില് നമ്മുടെ ഇതേ ഗ്രൂപ്പിലുള്ള ആൾക്കാർ വളരെ നന്നായിട്ട് ഒരു പ്രസന്റേഷൻ നടത്തണ്ടായി. അപ്പൊ അതില് മനസ്സിലാക്കിയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശരിയായിട്ട് കാര്യങ്ങൾ തന്നെയാണ് അവർ അവിടെ അവതരിപ്പിച്ചത്. നല്ല പ്രഗത്ഭരായ വനിതകളാണ് ഇത് കൈകാര്യം ചെയ്തത്. ഇതേ പ്ലാറ്റ്ഫോമിലുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതില് ഭാഗ്യവശാൽ എനിക്ക് പങ്കെടുക്കാനും പറ്റും. അപ്പൊ അതില് 2 ഫേസ് ആയിട്ട് ഫെമിനിസം ഉണ്ടെന്നും, ആദ്യത്തെ ഫേസില് അത് പുരുഷന്മാർക്ക് നേരെയുള്ള ഒരു ദേഷ്യം, അല്ലെങ്കിൽ പുരുഷന്മാർ മാറണം എന്നുള്ള നിലയ്ക്കുള്ളത്, ആ രീതിയിൽ പോയപ്പോൾ അതൊരു പരാജയത്തിലേക്ക് പോയിട്ട് സ്ത്രീ പുരുഷ സമത്വത്തിൽ നിന്ന്
സ്ത്രീ ആധിപത്യത്തിലേക്കൊക്കെ പോകുന്നു എന്ന ചിന്ത വന്നപ്പോൾ രണ്ടാമത്തെ ഫേസിലേക്ക് ഫെമിനിസം പോകട്ടെ. സ്ത്രീ പുരുഷ സമത്വം ഒരു കാര്യം ഉറപ്പാണ്, ജെൻഡർ ഇക്വാലിറ്റി ആണ് ഏറ്റവും നല്ല വികസന മാതൃക മനുഷ്യനുള്ളത്, ഡെവലപ്മെന്റ്. അതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് സ്ത്രീ പുരുഷ സമത്വം. അതാണ് ശാസ്ത്രീയ സത്യവും. സ്ത്രീയും പുരുഷനും തുല്യരാണ്. അത് തന്നെയാണ് ശാസ്ത്രീയ സത്യം. പക്ഷെ അത് നമ്മൾ വൈകിട്ടാണ് മനസ്സിലാക്കിയത് ശാസ്ത്രം. പക്ഷെ ഇപ്പൊ അത് ലോകം മുഴുവൻ അത് നടപ്പാക്കിക്കൊണ്ട് ഇരിക്കാൻ ശ്രമിക്കുകയാണ്. നിയമം വഴിയൊക്കെ അത് അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞു. പക്ഷെ അത് നടപ്പായിട്ടില്ല. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ആ തുല്യത മാനസികമായിട്ട് മനസ്സിന്റെ ഉള്ളിൽ ഉൾക്കൊണ്ടിട്ട് ഇല്ല. അങ്ങനെ ആണ് ബന്ധങ്ങൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഉള്ള ബന്ധത്തില് അങ്ങനെ ബന്ധങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഞാൻ പറയുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഓക്കെ തന്നെ സർ. ഒരു ഫെമിനിസ്റ്റ് സൈക്കോളജിസ്റ്റ് ആണ് ഈ രണ്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത്. അത് വളരെ ബെസ്റ്റ് സെല്ലർ ആവുകയും ചെയ്തു. അത് ഈ ബുക്ക് വളരെയധികം ഫേമസ് ആയി. അപ്പൊ ഇതിനെക്കുറിച്ച് ഞാൻ ആ വനിതാ ദിനത്തിൽ അവരുടെ പ്രസന്റേഷൻ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ അന്ന് പറയുകയുണ്ടായി, ഫെമിനിസം സ്ത്രീകളാണ് മാറേണ്ടത്. സ്ത്രീകളാണ് ജെൻഡർ ഈക്വാലിറ്റിക്ക് അനുസരിച്ച് മാറേണ്ടത്. മറ്റൊരു ആൾ മാറ്റാൻ ശ്രമിക്കുന്നത് സംഭാവ്യമല്ല. പുരുഷാധിപത്യ ലോകം തന്നെയാണ് ഇപ്പോഴും. അത് അവര് തന്നെ പറഞ്ഞു അന്ന്. ഇതിൽ അവര് തന്നെ അത് പറഞ്ഞു. അതായത് 4 5 അല്ലെങ്കിൽ 3 4 തലമുറ കഴിഞ്ഞാലേ ഈ ലോകത്ത് ജെൻഡർ ഇക്വാലിറ്റി വരും എന്നൊക്കെ അവര് തന്നെ പറയണ്ടേ. പക്ഷെ എങ്ങനെ ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരാം എന്നതിനുള്ള ഉത്തരവാണ് ഈ സൈക്കോളജിസ്റ്റ് ഈ പുസ്തകത്തിൽ നൽകുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ ഈ ജെൻഡർ ഈക്വാലിറ്റി ഇല്ലാത്ത ദാമ്പത്യ ബന്ധമാണ് നമുക്ക് ചുറ്റുമുള്ളത്. എന്താണ് സത്യത്തില് ഞാൻ പുരുഷനാണ്, പുരുഷൻ ഭർത്താവായിട്ടും സ്ത്രീ ഭാര്യയായിട്ട് നടക്കുമ്പോൾ പൊതുവെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇത് അധികം ഗഹനതയിലേക്കൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. പെർസ്യൂവർ ഡിസ്റ്റൻസർ, ഇമോഷണലി പെർസ്യൂവർ ഡിസ്റ്റൻസർ, അതാണ് ആദ്യത്തെ നൃത്തമായിട്ട് പറയുന്നത്. അതായത് ഇപ്പോ അടുക്കാൻ ശ്രമിക്കുമ്പോൾ അപ്രോച്ച് ആൻഡ് അവോയ്ഡൻസ് നേരത്തെ പറഞ്ഞു, സമീപിക്കലും അകറ്റലും, ഇത് തമ്മിലുള്ള ഒരു നൃത്തമാണ് ദാമ്പത്യ ബന്ധം. അല്ലെങ്കിൽ എല്ലാ ബന്ധങ്ങൾക്കും ഇത് ബാധകമാണ് എന്നാണ് സത്യം. ഇന്റിമസി അല്ലെ, ഉറ്റ സൗഹൃദം, അടുപ്പം, അടുത്തത് ഭാര്യ ഭർത്താവിനോട് അടുത്തത് പോരാ. എന്റെ ഭാര്യ എന്നോട് അടുത്തത് പോരാ, അല്ലെങ്കിൽ ഏതെങ്കിലും ഭാര്യമാർക്ക് ഭർത്താവ് അടുത്തത് പോരാ, ആ ബന്ധത്തിൽ കുറച്ചും കൂടി അടുപ്പം വേണം എന്ന് ഒരു പക്ഷെ ചിന്തിക്കാത്ത ആരും ഉണ്ടാവില്ല. പക്ഷെ ഈ ഒരു ആ ചിന്തയിൽ നിന്നാണ് ഇങ്ങനെയുള്ള ഒരു നൃത്തം വരുന്നത്. കൂടുതൽ അടുക്കാൻ വരുന്ന സമയത്ത് നമ്മൾ എന്തോ ഭയക്കുന്നു. അതെ, അപ്പോ അതില് നിന്ന് നമ്മൾ അകറ്റുന്നു. പ്രത്യേകിച്ച് ഈ രീതിയിൽ സെക്സ് റോളും ജെൻഡർ മാനേജ്മെന്റും, നമുക്ക് ആണായാൽ ഇങ്ങനെ വേണം, പുരുഷനായാൽ ഇങ്ങനെ വേണം, സ്ത്രീ ആയാൽ ഇങ്ങനെ വേണം, ഇതൊക്കെ സമൂഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനാണ് സെക്സ് റോൾ എന്ന് പറയുന്നത്. ഈ സെക്സ് റോളിനനുസരിച്ച് പുരുഷൻ ചെയ്യേണ്ട ഇതൊക്കെ എല്ലാം പ്രവൃത്തി വൈകാരികമായിട്ടാണ്, മനസ്സിന്റെ അകത്തെ കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ സെഷനിൽ റോയ് സാറ് പറഞ്ഞ് എനിക്ക് വളരെയധികം ഇതായി. അപ്പൊ അത് വളരെയധികം ഞാനത് കണക്കിലെടുത്തു. റോയ് സാർ പറഞ്ഞു, ഞാൻ സ്ലൈഡ് ഇട്ടിട്ട് സ്ലൈഡ് തന്നെയാണ് വീണ്ടും പറയുന്നത്, അവിടെ ഇങ്ങനെ കൺഫ്യൂഷൻ വരുന്നു. അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ ആ കൺഫ്യൂഷൻ ഇല്ലാതാക്കണം. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഞാൻ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്.
എല്ലാവരിലും ഉള്ളതാണ് പൊതുവായിട്ട്. അതായത് ഒരു 90-80% കപ്പിളും നമ്മൾ ഉൾപ്പെടെ ഉള്ള കാര്യമാണിത്. ഈ പെർസ്യൂവർ ഡിസ്റ്റൻസ്, അതായത് ഒരു നൃത്തം, ഒരു ഈ ദമ്പതികളിൽ അല്ലെങ്കിൽ ഏത് ബന്ധത്തിലും, ബന്ധം ഏതും ആയിക്കോട്ടെ, അല്ലെങ്കിൽ എല്ലാ ബന്ധങ്ങളിലും എല്ലാ കാര്യങ്ങളും ചാക്രികമാണ്, സർക്കുലറാണ് എന്ന് പറയുമ്പോൾ അതിന്റെ സൈക്കോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളുടെ പെരുമാറ്റത്തിനനുസരിച്ചാണ് മറ്റാൾ പെരുമാറുന്നത്, അത് തിരിച്ചും വരുന്നു. അങ്ങനെ അങ്ങനെ ഒരു വൃത്തത്തിലാണ് കാര്യങ്ങൾ വരുന്നത്. എല്ലാ പെരുമാറ്റങ്ങളും അങ്ങനെയാണ്, എല്ലാ ബന്ധങ്ങളും അങ്ങനെയാണ്. അപ്പൊ അത് അങ്ങനെ ഒരു സർക്കുലർ ഡാൻസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ബന്ധങ്ങളിലും. ഇതാണ് ഒരു ആദ്യത്തെ കാര്യം, സമീപിക്കല്, അപ്രോച്ച്. രണ്ടാമത്തെ കാര്യം അവോയ്ഡൻസ്. ഒരാൾ അപ്രോച്ച് ചെയ്യാൻ, കൂടുതൽ അടുക്കാൻ ആഗ്രഹിക്കുന്നു, മറ്റാള് അകറ്റുന്നു. വൈകാരികമായിട്ട്, ഈ വൈകാരികമായിട്ട് ഭർത്താവിനെ സമീപിക്കുന്നത് പൊതുവെ ഭാര്യമാരായിരിക്കും കൂടുതൽ. അതല്ലേ സംഭവിക്കുന്നത് നമ്മുടെ അതില്. അതായത് ഭാര്യ ഭർത്താവിനോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നു വൈകാരികമായിട്ട്. പ്രശ്നങ്ങളില് കൂടുതൽ വൈകാരികത ഭാര്യ പ്രകടിപ്പിക്കുന്നു. അതേപോലെ തന്നെ കൂടുതൽ റിയാക്റ്റും ചെയ്യുന്നുണ്ട്. സ്ത്രീകൾ പൊതുവെ ഇങ്ങനെയാണ് എന്നാണ് നമ്മൾ അതിൽ പറയുന്നത്. അപ്പൊ സ്ത്രീകൾ പൊതുവെ ഇങ്ങനെയാണ് എന്ന് പറയുന്നതാണ് സെക്സ് റോള്. സെക്സ് റോൾ, സ്ത്രീയുടെ പങ്ക് ഇതാണ്, വൈകാരികമായി പ്രതികരിക്കലാണ്. അല്ലെങ്കിൽ അല്ലെ, സ്ത്രീകൾക്ക് അറിയണം, പുരുഷൻക്ക് അറിയാൻ പാടില്ല. സെക്സ് അല്ലെ, അതിനെക്കുറിച്ച് ഇപ്പൊ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്ന സംഭവം. നമുക്കിപ്പോഴറിയാതെ തെറ്റാണെന്ന് നമ്മളിപ്പോ മനസ്സിലാക്കി വരുന്നുണ്ട്. അതൊക്കെ തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കി വരുന്നുണ്ട്. ഈ തെറ്റുകളിലേക്ക് അപ്പൊ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്ത്രീ പുരുഷ സമത്വം ഉണ്ടാകില്ല. അപ്പൊ അതിനൊരു മാറ്റം വേണമെങ്കിൽ അതെങ്ങനെ സാധ്യമാകും എന്ന ചിന്തയാണ് ഈ സൈക്കോളജിസ്റ്റിനെ ഈ കാര്യത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ആരെങ്കിലും ഒന്ന് പ്രതികരിക്കാവോ? ക്ലിയർ ആണ് സാർ. ഓക്കെയാണ്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഇപ്പോ ഞാൻ ഡാൻസ് സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഈ ദമ്പതി നൃത്തങ്ങൾ അല്ലെങ്കിൽ ഏത് ബന്ധങ്ങളും ഇതുപോലെയാണ്. ഏത് ബന്ധങ്ങളിലും ഇങ്ങനെ ഒരു നൃത്തമാണ് സംഭവിക്കുന്നത്. ഒരു വ്യക്തി നൃത്തം പറഞ്ഞ സ്റ്റെപ്പുകളല്ലേ, ഒരാള് ഒരു പെരുമാറ്റം, അതായത് ഒരു സ്റ്റെപ്പാക്കി എടുക്കാൻ, ആ സ്റ്റെപ്പ് വഴി അടുക്കാൻ മെനക്കെടുത്തു മറ്റൊരു വ്യക്തിയായിട്ട്. അതായത് സ്ത്രീ പുരുഷനായിട്ട് അടുക്കാൻ ശ്രമിക്കും. അങ്ങനെയാണ് കൂടുതൽ സംഭവിക്കുന്നത്. അപ്പോ ആ അടുപ്പം, ഓപ്പോസിറ്റ് പോൾസ് അട്രാക്റ്റീവ്, സ്ത്രീയും പുരുഷനും ഓപ്പോസിറ്റ്സ് ആണ്. പക്ഷെ അത് അട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ, അട്രാക്ട് ചെയ്തു, രണ്ടാമതും കൂടെ അട്രാക്ട് ചെയ്തു. അപ്പൊ അട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അട്രാക്ട് ചെയ്ത് കിടക്കില്ലേ, അതങ്ങനെ കണ്ടിന്യൂസ് കിടക്കാൻ പറ്റില്ല. അപ്പൊ അതില് കുറച്ച് പ്രോബ്ലംസ്. അപ്പൊ ഒന്ന് അകറ്റേണ്ടി വരും, അല്ലെ, പരസ്പരം അകലേണ്ടി വരില്ലേ. അങ്ങനെ ഈ അടുക്കുന്നതും അകലുന്നതിന്റെയും പ്രതിഭാസം വരുന്ന അങ്ങനെയാണ്. അങ്ങനെയുള്ള ഒരു നൃത്തം, സർക്കുലർ ആയിട്ടുള്ള ഒരു നൃത്തമാണ് സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ, ദാമ്പത്യ ബന്ധങ്ങളിൽ സംഭവിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. ഇത് ഞാൻ ഷെയർ ചെയ്തോട്ടെ, കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടായിട്ട്. ഓൺ ചെയ്തില്ല എന്ന് കാണിക്കണം സാബു സാർ. ഷെയറിംഗ് ഈസ് നോട്ട് ഓൺ എന്ന് പറയുന്നു. ചെയ്തോളൂ സാർ, ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. റോയ് സാറിന്റെ കൺഫ്യൂഷൻ മാറി സാർ, അല്ലെങ്കിൽ ക്ലിയർ ആയോ സാർ? റോയ് സാർ എന്ന് പറയൂ. ക്ലിയർ ആയി. സാറിന്റെ അഭിപ്രായത്തിനെ ഞാൻ ഒരുപാട് വില മതിക്കുന്നു. അല്ലേ സാർ, ഞാൻ പറഞ്ഞതെന്നു വെച്ചാൽ നമ്മളിത് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും സാർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ വായനയും രണ്ടും കൂടെ ഇതിന് ഒരു ബുദ്ധിമുട്ട് വരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞോളൂ. ഇപ്പൊ ക്ലിയർ ആണോ സാറേ?
ഇപ്പൊ സാറ് പറഞ്ഞ ഞാൻ കേട്ടല്ലോ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ അല്ലേ? അപ്പൊ എനിക്ക് വായിക്കാൻ പോവാൻ. ഇനി സാറ് ഫോളോ ചെയ്തോളൂ കേട്ടോ. ഓക്കെ സാർ. ഇത് ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആണ് ഇത് പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇത് ലോക സാഹചര്യത്തിന് അനുകൂലമാണ് ഇപ്പോ. അതുകൊണ്ട് തന്നെ ഇത് ആക്സെപ്റ്റഡ് ആണ്. ഇപ്പോ സൈക്കോളജി നമ്മുടെ ഈ ഫാമിലി തെറാപ്പിയിലെ അല്ലെങ്കിൽ സോറി മെരിറ്റൽ തെറാപ്പിയുടെ റെഫറൻസ് ഗ്രന്ഥം പോലെ ഇത് കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഇതിലൊക്കെ വന്നത്, സ്റ്റഡി മെറ്റീരിയലിലൊക്കെ റെഫറൻസ് വന്നത് ഇതിനെ കുറിച്ച്. കാണുന്നുണ്ട്, എന്റെ സ്ലൈഡ് കാണുന്നുണ്ടോ? ക്ലിയർ ആയിട്ടില്ല അല്ലേ? കാണുന്നില്ല. ഓക്കെ 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 ഇപ്പോ വന്നിട്ടുണ്ടാവുന്നല്ലേ? ഓക്കെ, കാണുന്നുണ്ട്. അപ്പൊ ഇതാണ് ഞാൻ പറയുന്ന കാര്യങ്ങള്. അതില് ഇതാണ് ഹാരിയറ്റ് ഹോൾഡർ ലേണർ എന്നുള്ളത്. അവരാണ് ഈ ലേഡിയാണ് ഇത് ചെയ്തത്. ഈ 2 പുസ്തകങ്ങളാണ് ഞാൻ റെഫർ ചെയ്തിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഡാൻസ് ഓഫ് ആങ്കർ, ഡാൻസ് ഓഫ് ഇൻഡിപെൻഡൻസ്. ഇനി നമ്മളിപ്പോ പൊതുവെ നൃത്തങ്ങളെ കുറിച്ചാണ് ഇതിൽ ഈ സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ളത്. പൊതുവെ നൃത്തങ്ങൾ നമുക്ക് നല്ലതാണ് അല്ലെ? ഭാര്യയും ഭർത്താവും തമ്മിൽ നൃത്തം ചെയ്യാൻ, പരസ്പരം നൃത്തം ചെയ്യുക, അത് അവരുടെ അടുപ്പം കൂട്ട് തന്നെ ചെയ്യും, യാതൊരു സംശയമില്ല. അപ്പൊ ആ രീതിയിൽ തന്നെ ചിന്തിച്ചാൽ മതി. പക്ഷെ ആ നൃത്തത്തിന്റെ സ്റ്റെപ്പുകളിലുള്ള പോരായ്മകൾ എങ്ങനെ നികത്തിയാൽ കൂടുതൽ നല്ല നൃത്തത്തിലേക്ക്, അതായത് കൂടുതൽ നല്ല അടുപ്പമുള്ള ബന്ധത്തിലേക്ക് ദമ്പതികളെ നയിക്കാം, ഇതാണ് ഇവിടുത്തെ പ്രതിപാദന വിഷയം. അപ്പോ വെർബൽ അല്ല നോൺ വെർബൽ കൂടി കാര്യങ്ങൾ നന്നായാലാണ് ബന്ധം നന്നാവുക അല്ലെ? വൈകാരിക അടുപ്പുണ്ടെങ്കിലാണ് ബന്ധം നന്നാവുക. അപ്പോ അതുപോലെ തന്നെ ആശയവിനിമയം വളരെ നന്നാവണം അല്ലെ? ബോണ്ടിങ് ഉണ്ടായിരിക്കണം. ഇതൊക്കെ ഉണ്ടായിട്ട് ഒരു നല്ല ബന്ധത്തിലേക്ക് ഇത്തരത്തിൽ ഡാൻസ് നയിക്കും. പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു ദമ്പതിയോട് ഡാൻസ് ചെയ്യാൻ പറഞ്ഞാൽ കൂടുതൽ നേരം നന്നായി ഡാൻസ് ചെയ്യാൻ അവർക്ക് പറ്റാറില്ല. പൊതുവെ ചിലര് അത് എങ്ങനെയെങ്കിലും അഭിനയിച്ച് പൂർത്തിയാക്കിയെന്നിരിക്കാം. അവർക്ക് ഡാൻസ് പഠിച്ചുള്ള ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ചെയ്തെന്നിരിക്കാം, അല്ലാതെ ശരിയായ രീതിയിൽ ചെയ്യാറില്ല. അതാണ്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ സ്ലൈഡ്, ഞാൻ ഇത്രയും ഒരുപാട് സംസാരിച്ചത് ഈ സ്ലൈഡിനെ കുറിച്ചാണ്. ശരിക്കും ഒരു ബന്ധം നിലനിൽക്കണമെങ്കിൽ നമുക്ക് ഒരു ഉറപ്പ് വേണം. മനുഷ്യർക്ക് ഒരു ഉറപ്പ് വേണം. ഒരു കാര്യമുണ്ട്, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഞാൻ പറയാൻ വിട്ടുപോയി. മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യവും അല്ലെ? അതിനെക്കുറിച്ചൊക്കെ അതിന്റെയൊക്കെ ദിവസമാണെന്ന് ഉണ്ടായത് അല്ലേ? അപ്പോ നമുക്ക് ശാരീരികാരോഗ്യം ഉണ്ടാവണമെങ്കിൽ മാനസികാരോഗ്യം ഉണ്ടാവണം. അതിൽ നമുക്ക് യാതൊരു സംശയമില്ല. മാനസികാരോഗ്യം ഉണ്ടാവണമെങ്കിൽ നല്ല ബന്ധങ്ങൾ വേണം, അതിലും സംശയമില്ല അല്ലെ? ഈവൻ ദൈവത്തെ തേടുക, മോക്ഷം ലഭിക്കുക എന്ന് ഹിന്ദുക്കൾ പറയും. ഇതൊക്കെയും നല്ല ബന്ധം ഉണ്ടാക്കാനുള്ള കഴിവഴി ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവവുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കുക, അതല്ലേ മോക്ഷം എന്ന്. അല്ല, ദൈവമായി തീരുക, ദൈവത്തോട് ചേരുക, ഇതൊക്കെ അത് ബന്ധം നന്നാക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പൊ മാനസിക ആരോഗ്യം ഉണ്ടെങ്കിൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാവണം. ബന്ധത്തെ നന്നാക്കാൻ കഴിയണം. അപ്പോഴാണ് മാനസികാരോഗ്യം കൊണ്ടാണ് ശാരീരികമായിട്ട്. അപ്പൊ ആ ഒരു കാര്യം തന്നെ, ആ സബ്ജക്റ്റിലേക്ക് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറയുന്നുണ്ട്. കേട്ടില്ല, പറയൂ. ഇന്ററാക്ഷൻ വേണം. മോഹസ്യക്ഷയമാണ് മോക്ഷം. കേട്ടില്ല സാർ, കുറച്ചുകൂടി അവർക്ക് പറയാമോ? മോഹസ്യക്ഷയം. മോക്ഷം. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു ഡാൻസ് സ്വീകരിക്കണം ബന്ധങ്ങളിൽ. കാരണം മാറാതെ നമുക്ക് ഉറപ്പ് വേണം അല്ലെ? ഒരാളായിട്ടുള്ള ബന്ധം സ്ഥാപിച്ച് അത്
മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ സുരക്ഷിതത്വം നമുക്ക് ഉറപ്പുവേണ്ടേ? അപ്പൊ മാറാൻ പാടില്ല എന്നാണ് നമ്മൾ സൈക്കോളജിക്കലി നമ്മൾ ഓരോ മനുഷ്യരും ചിന്തിക്കുന്നത്. പക്ഷെ മാറാതിരിക്കുവോ? മാറ്റം ഉണ്ടാവാതിരിക്കുവോ മനുഷ്യർക്ക്? അത് നേരത്തെ പറഞ്ഞ പോലെ അട്രാക്ഷൻ, ഓപ്പോസിറ്റ് പോൾസ്, സ്ത്രീയും പുരുഷനും ഓപ്പോസിറ്റ് പോൾസ് ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ അട്രാക്ട് ചെയ്യും. അട്രാക്ട് ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇരിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അകലെ കുറച്ചകന്നിട്ട് വീണ്ടും അട്രാക്ഷൻ വരും. അങ്ങനെയല്ലേ വരുന്നത്? അപ്പോ മാറാൻ ആഗ്രഹിക്കുന്നു, മാറാതിരിക്കാനും നമ്മൾ ആഗ്രഹിക്കുന്നു. കാരണം എന്താ? ബന്ധം തുടരണം. ഇത് രണ്ട്. അപ്പൊ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ സാമസാരെന്ന് പറഞ്ഞു ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് പറഞ്ഞു. മാനസികാരോഗ്യവും ശാരീരിക ആരോഗ്യവും. അത് ഞാനത് പറയുന്നു. എത്രത്തോളം നല്ല ബന്ധങ്ങൾ നമ്മൾ മനുഷ്യർ തമ്മിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ അത്രത്തോളം നമുക്ക് മാനസികാരോഗ്യം ഉണ്ടാവുമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോ ഈ ബന്ധങ്ങളില് ഏറ്റവും കുഴക്കുന്ന പ്രശ്നം ആൻസൈറ്റിയാണ്. സാർ ശരിയല്ലേ? പരസ്പര ബന്ധത്തിലെ ആൻസൈറ്റിയാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടിയിട്ടുള്ള കാര്യം. അപ്പൊ ഈ ആൻസൈറ്റി ഇല്ലാതാക്കാനാണ് ഇങ്ങനെയുള്ള ഒരു ലഘു നൃത്തം, ഒരു ഡാൻസ് നമ്മൾ സ്വീകരിക്കുന്നത്. അതായത് നമ്മൾ കൂടുതൽ അടുത്തു കഴിഞ്ഞാൽ ആൻഷ്യസ് ആയി പ്രശ്നമാകും അല്ലെ? ഈ ഒരു എന്താ പറയാ, സുരക്ഷിതത്വം ഇല്ലാതെ മനുഷ്യന് നമ്മളോട് അടുത്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാം നഷ്ടപ്പെടുന്നു അല്ലെ? അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുക. അപ്പൊ നമ്മൾ ആൻഷ്യസ് ആവണം. അപ്പൊ ഈ ആൻഷ്യസ്നെസ് ഇപ്പൊ ചില ആൾക്കാർക്ക് രണ്ടുപേരും, സ്ത്രീകള് പെർസ്യൂവർ അല്ലെ, ഡിസ്റ്റൻസർ, ഇത് മാത്രം ചിന്തിച്ചാൽ നമ്മൾ അതിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ ഇന്നത്തെ സെഷനിൽ. വേറൊന്നും പറയുന്നില്ല. ഇതിനകത്ത് തന്നെ പെർസ്യൂവർ ഡിസ്റ്റൻസ് എന്നുള്ള ഡാൻസ്. സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷിതത്വം വേണം, കൂടുതൽ അടുക്കണം. ഭർത്താവായിട്ട്, ഭാര്യയ്ക്ക് ഭർത്താവായിട്ട് കൂടുതൽ അടുക്കണം. അത് അവരുടെ ബന്ധത്തിന്റെ സുരക്ഷിതത്തിന് ആവശ്യമാണെന്ന് അവർ ചിന്തിക്കുന്നു. അതിന് അവർ ശ്രമിക്കുന്നു. അപ്പൊ സമീപിക്കൽ കൂടുതലാണ് അവർക്ക്, സ്ത്രീകൾക്ക്. അപ്പോ അതാണ് അവരുടെ ആൻസൈറ്റി. കൂടുതൽ അടുപ്പമുള്ള ബന്ധമില്ലെങ്കിൽ എൻ്റെ ജീവിതം മോശമായിരിക്കും, എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന ആൻസൈറ്റിയിലാണ് അവർ കൂടുതൽ പിന്തുടരുന്നത്, പെർസ്യൂ ചെയ്യുന്നത്, അടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോ അത് അങ്ങനെ ഒരു മനസ്സ് വരുമ്പോ ഓവറായിട്ട് റിയാക്ട് ചെയ്യണം, ഓവറായിട്ട് വൈകാരികമാവാണ് സ്ത്രീ അടുപ്പത്തില്. ഇങ്ങനെ ഓവറായിട്ട് വൈകാരികമാവുകയും ചെയ്യുക. അതുപോലെ തന്നെ അത് ആൻസൈറ്റി കൊണ്ടാണ് വരുന്നത്. സ്ത്രീക്കും ആൻസൈറ്റിയാണ്. അതുകൊണ്ടാണ് കൂടുതൽ. അപ്പൊ സ്ത്രീയുടെ ആൻസൈറ്റി എന്താണ്? പുരുഷന്റെ സാമീപ്യമോ അല്ലെങ്കിൽ പുരുഷന്റെ സംരക്ഷണമോ അല്ലെങ്കിൽ പുരുഷന്റെ അടുപ്പമോ ആ ബന്ധത്തിന്റെ സുരക്ഷിതത്വം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവരവരുടെ നിലനിൽപ്പിന് തന്നെ അവര് ഭയക്കുന്നു. അങ്ങനെ ആൻസൈറ്റി ഉണ്ടാവും. ഈ ആൻസൈറ്റി തടയാൻ വേണ്ടിയിട്ടാണ് അവര് കൂടുതൽ പിന്തുടരുന്നത്, കൂടുതൽ വൈകാരികമായിട്ട് അടുപ്പത്തിന് ശ്രമിക്കുന്നത്, കൂടുതൽ റിയാക്ട് ചെയ്യുന്നു, അമിതമായിട്ട് പ്രതികരിക്കുകയും ചെയ്യുന്നു. അപ്പോ പുരുഷന് അതങ്ങനെ പോയാൽ ശരിയാവില്ല എന്നുള്ള നിലയ്ക്ക് പുരുഷൻ സ്ത്രീയെ കുറച്ച് അകറ്റുന്നു. കുറച്ച് തത്വം ഇങ്ങനെ നീ പറയുന്ന. അപ്പൊ ഓവർ റിയാക്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ദേഷ്യമൊക്കെ വരുമ്പോ അല്ലെ, ഓവർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ദേഷ്യം വരിക. അതുപോലെ തന്നെ ഈ കൂടുതൽ വൈകാരികത നമ്മുടെ അടുത്ത് വരുമ്പോ അത് ദേഷ്യമായിട്ടാണ് വരിക, ദേഷ്യത്തിലുള്ള പ്രതികരണമായിട്ടാണ് സ്ത്രീയുടെ ഭാഗത്ത് വരിക. അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് പുരുഷൻ അത് നീ പറയുന്നതല്ല ശരി, നീ പറഞ്ഞ ഇങ്ങനെ പോയാൽ ശരിയാവില്ല, അങ്ങനെ ലോജിക്ഫുൾ ആയിട്ട് കാമായിട്ട് സ്ത്രീനെ ഒരല്പം അകലത്തിൽ നിർത്തുന്നു. ഇതാണ് ഈ ഡാൻസ്. ഇതൊരു സീസോ പോലെയാണെന്ന് പറയുന്നത്. സീസോ, ദാമ്പത്യ ബന്ധം ഒരു സീസോ പോലെയാണ്. സീസോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രണ്ട് പലക അല്ലെ, അതിലൊരു ഒരു കേന്ദ്ര ബിന്ദുവിൽ ഒരു പലക, അതിന്റെ നടുക്ക് ഒരു കേന്ദ്ര ബിന്ദുവിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരറ്റത്ത് കുട്ടികളുടെ ഒരു കളിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അതിന്റെ ഒരു ഭാഗത്ത് പുരുഷൻ ഇരിക്കുന്നു, മറുഭാഗത്ത്
സ്ത്രീ ഇരിക്കുന്നു. അങ്ങനെയുള്ള ഒരു കളിയാണ് ഇതെന്ന് പറയുന്നത്. അത് ഒരാള് താഴെ ഇരിക്കുമ്പോൾ മറ്റാള് മേലെ പോകുന്നു, വീണ്ടും അത് താഴേക്ക് വരുന്നു, മറ്റാളുടെ മേലെ പോയ ആളുടെ ഭാഗം താഴേക്ക് വരുന്നു, വീണ്ടും. അതാണ് സീസോ. അപ്പൊ ഇതില് വൈകാരികതയുടെ കാര്യം വരുമ്പോ സ്ത്രീ താഴേക്ക് വരും. അതിൽ എത്രത്തോളം പുരുഷനില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അടുത്തതിലേക്കാണ്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞുള്ളത്. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യമാണ് ഇത് പറഞ്ഞത്. ഇതാണ് ഇതിന്റെ ബേസിക് ഫിലോസഫി. ഇത് ഒരു പാറ്റേൺ ആയിട്ട് നമ്മൾ അറിയാതെ സംഭവിക്കണം. സമീപിക്കല്, അപ്രോച്ച് ആൻഡ് അവോയ്ഡൻസ്, ഇതൊരു സൈക്കിളായിട്ട്, ഒരു ചാക്രികമായുള്ള കാര്യമായിട്ട് സംഭവിച്ചിട്ട് അതൊരു പ്രകൃതമായിട്ട് പറയാം. എന്താണ് പ്രകൃതം എന്ന് പറഞ്ഞാൽ? പ്രകൃതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻകൂട്ടി നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കൂട്ടം വിനിമയങ്ങളാണ് പ്രകൃതം. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. നമുക്കറിയാം, ഒരു ദാമ്പത്യ ബന്ധത്തിൽ ഒരു വഴക്കുള്ള സമയത്ത് നമുക്കറിയാൻ പറ്റും ഈ വഴക്ക് എവിടെ എത്തും. അപ്പൊ ആര് തുടങ്ങി എന്നുള്ളതിന് ഉത്തരം ഉണ്ടാവില്ല അവിടെ. അതുപോലെ തന്നെ ആര് അവസാനിപ്പിക്കുന്നതിന് ഉത്തരം ഉണ്ടാവില്ല. കാരണം ചാക്രികമാണ്, സർക്കുലറാണ്. അതുകൊണ്ട് അതിന് രണ്ടിനും ഉത്തരം പ്രതീക്ഷിക്കേണ്ട. നമുക്ക് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഞാനീ പറയുമ്പോ ഒരു സ്ത്രീ പുരുഷ ദാമ്പത്യം, അല്ലെ ഏത് ബന്ധത്തിലും ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഈ ദാമ്പത്യ ബന്ധമാവുമ്പോ എന്താ പ്രത്യേകത? 0 ഡിസ്റ്റൻസ് ആണ്, ഏറ്റവും അടുപ്പമുള്ള, അല്ലെ? രണ്ട് വ്യക്തികൾ തമ്മിൽ ഏറ്റവും അധികം അടുക്കുന്ന ഒരു ബന്ധമാണ് ദാമ്പത്യ ബന്ധം. അപ്പൊ അതില് ഇത് കൂടുതൽ പ്രൊനൗൺസ്ഡ്, കൂടുതൽ വ്യക്തമാകും. അപ്പൊ അത്ര വ്യത്യാസമുണ്ട്. എല്ലാ ബന്ധങ്ങളും ഇതുപോലെയൊക്കെ തന്നെയാണ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇതാണ് അപ്രോച്ച് ആൻഡ് അവോയ്ഡൻസിന്റെ ഒരു ഡാൻസ് ആണ് എല്ലാ ബന്ധങ്ങളിലും സംഭവിക്കുന്നത്. അത് ദമ്പതികൾ കൂടുതൽ പ്രൊനൗൺസ്ഡ് ആണ്, കാരണം കൂടുതൽ അടുത്ത മനുഷ്യബന്ധമാണ് ദാമ്പത്യ ബന്ധം. അതിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അതിന് പല രീതിയിൽ പല ഡാൻസുകളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മെരിറ്റൽ തെറാപ്പിയുടെ കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ മെരിറ്റൽ തെറാപ്പിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട്, അതായത് ബന്ധങ്ങൾ, ദാമ്പത്യ ബന്ധം മെച്ചപ്പെടുത്താൻ ഉള്ള കാര്യമാണല്ലോ ഈ മെരിറ്റൽ തെറാപ്പി എന്ന് പറയുന്നത്. എങ്ങനെ മെച്ചപ്പെടുത്താം അതിനുള്ള പദ്ധതിയാണല്ലോ മെരിറ്റൽ തെറാപ്പി എന്ന് പറയുന്നത്. ആ മെരിറ്റൽ തെറാപ്പിയിൽ ഈ ഡാൻസ്, ഇപ്പൊ കപ്പിൾ ഡാൻസ് എന്താണെന്ന് നമുക്ക് വ്യക്തമായി കാണും, ഒരുപക്ഷെ വ്യക്തമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണ് കപ്പിൾ ഡാൻസ്, എങ്ങനെയാണ് ഉണ്ടാകുന്നതൊക്കെ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് പലതരത്തിലുള്ള കപ്പിൾ ഡാൻസും നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാ? ഒരു ദമ്പതി ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് മെരിറ്റൽ തെറാപ്പിക്ക് വരികയാണെന്ന് വെച്ചോളൂ. ആ സമയത്ത് രണ്ടുപേരെടുത്ത് സംസാരിക്കുന്നു. അപ്പൊ നമ്മൾ രണ്ടുപേരും ഒന്നിച്ചിരുത്തി സംസാരിക്കാം, അല്ലെങ്കിൽ വെവ്വേറെയൊക്കെ സംസാരിക്കുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോ നമുക്ക് മനസ്സിലാവും ഇവിടെ ഏത് ഡാൻസ് ആണ് നടന്നിരിക്കുന്നത്. 80% പെർസ്യൂർ ഡിസ്റ്റൻസറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെയും ചില ഡാൻസുകൾ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നടക്കുന്നത് കാര്യങ്ങള്. എന്താണ് പറഞ്ഞത്? ഇതിപ്പോ ഞാൻ വീണ്ടും ഇത് വായിക്കുന്നത്, ഇതിലുള്ള കാര്യങ്ങൾ ഞാൻ വീണ്ടും വായിക്കുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് അപ്പൊ ചോദിച്ചാൽ മതി. അറിയാമല്ലോ അല്ലെ? ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, ചാക്രികമാവുന്ന ബന്ധങ്ങളിലെ എല്ലാം ചാക്രികമാണ്, സർക്കുലാരിറ്റി ആണ് ബന്ധങ്ങൾക്കുള്ളത്. കാരണം എന്നെ എന്താണ്, അവൻ അത് ചെയ്തു അല്ലെങ്കിൽ അവൾ അത് ചെയ്തു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു. രണ്ടു കൂട്ടരും ഒരുപോലെയാണ്. രണ്ടു കൂട്ടരും അത് രണ്ടും അങ്ങനെയാണ്. ഒരാളുടെ പെരുമാറ്റമാണ് മറ്റുള്ളവരുടെ പെരുമാറ്റത്തിന് കാരണമാകുന്നത്. തിരിച്ചു വീണ്ടും അങ്ങനെയായിരുന്നു. അത് സർക്കുലാരിറ്റിയിൽ അങ്ങനെ പോവാണ്. ഇതിൽ ആരോഗ്യകരമായിട്ടുള്ള അനാരോഗ്യകരമായിട്ടുള്ള ഞാൻ എഴുതി കഴിഞ്ഞത്. എംപതി ഉള്ളത്, അതുപോലെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം ഉണ്ടോ, അതുപോലെ തന്നെ പരസ്പരം മ്യൂച്വൽ ബെനിഫിറ്റിൽ ആയിരിക്കണം ബന്ധം. ഒരാൾ മറ്റാളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ബന്ധം അത് ആരോഗ്യകരമല്ല, അനാരോഗ്യകരം. അത് ദീർഘകാലം നിലനിൽക്കുകയില്ല. ഇതാണ്. അപ്പൊ ഹെൽത്തി
കപ്പിൾ ഡാൻസസിലേക്ക് ഈ അൺഹെൽത്തി ആയുള്ള കാര്യങ്ങളെ മാറ്റുക എന്നതാണ് മെരിറ്റൽ തെറാപ്പി. അതില് അൺഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും അധികമുള്ള കാര്യമാണ് പെർസ്യൂവർ ഡിസ്റ്റൻസ് എന്നുള്ളത്. പിന്തുടരൽ, അകറ്റൽ. പെർസ്യൂവർ എന്ന് പറയുമ്പോൾ ചിന്തിക്കേണ്ടത് ഈ ഭർത്താവിന്റെ പിന്നാലെ ഭാര്യമാരാണ് കൂടുതൽ പെർസ്യൂവർ ആവുക. ചില സമയങ്ങളിൽ ഭർത്താവിനും പെർസ്യൂവർ ആവേണ്ടി വരും. അത് പക്ഷേ ഈ നമ്മൾ കാണുന്നത് കൂടുതലും ഭാര്യമാരാണ് പിന്തുടരുക. പിന്തുടരുക എന്നാൽ വൈകാരികമായി പിന്തുടരാണ്. അതായത് എപ്പോഴും ഭർത്താവിന്റെ ക്ഷേമാന്വേഷണങ്ങൾ കാര്യങ്ങൾ വീട്ടിൽ കയറി വരുമ്പോ തന്നെ മുഖത്തേക്ക് നോക്കുക. എന്നിട്ട് എന്താണ്, ദേഷ്യമാണോ അല്ലെങ്കിൽ ദുഃഖമാണോ എന്നതിലേക്കായിരിക്കും ചിന്ത കൂടുതൽ വരുന്നത്. അതിനാണ് പിന്തുടരൽ എന്ന് പറയുന്നത്. ഭർത്താവിനെ പിന്തുടരാണ്. ഭർത്താവിന് എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് ഭാര്യ പിന്തുടരാണ്. എന്നിട്ട് ആ ഫീലിംഗ് ഭാര്യ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും സംഭവിക്കുന്ന വിഷയമാണ്. അപ്പോ കുറച്ചൊരു ഉയർന്ന പൊസിഷനിലെ ഭർത്താവ് ഒരല്പം അല്ലെ പെട്രിയാർട്ടിക് അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ പറയില്ലേ, അങ്ങനെയൊക്കെ വരുമ്പോൾ പുരുഷൻ ഭർത്താവ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഉയർന്ന രീതിയിലേക്ക് നിൽക്കുന്നു. എന്നിട്ട് ഭാര്യനെ കുറച്ച് അകറ്റി നിർത്തി. അതാണ് ഡിസ്റ്റൻസ് ചെയ്യുന്നത്, ലോജിക്കലായിട്ട് പറയുന്നു. അപ്പോ എത്രത്തോളം പുരുഷൻ അകറ്റുന്നോ, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യ ഇമോഷണൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ വൈകാരികമായിട്ട് പുരുഷനെ ഭർത്താവിനെ ഭാര്യ സമീപിക്കുന്നു, അത് കൂടുതൽ റിയാക്ട് ചെയ്യപ്പെടുന്നു. അതായത് അതിന്റെ റിയാക്ഷന്റെ പരിധി കൂടുന്നുണ്ട്. അത്ര ആവശ്യമില്ല. ഈ പ്രശ്നത്തിന് ശരിയായിട്ട് വിശദീകരണം ചെയ്യുകയാണെങ്കിൽ ഇത്ര റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അതിലധികം റിയാക്ട് ചെയ്യുന്നു. അതുപോലെ ഇത്ര വികാരം കൊള്ളേണ്ട കാര്യമില്ല ആ പ്രശ്നത്തെ കുറിച്ച് ശരിയായിട്ട് ചിന്തിക്കാൻ. അപ്പൊ അതിലധികം ഭാര്യ വികാരം കൊള്ളുന്നു. എന്നിട്ട് ഭർത്താവിനടുത്ത് അത് അവതരിപ്പിക്കുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഭാര്യയുടെ ആൻസൈറ്റി കൊണ്ടാണ്. അതായത് ഭർത്താവിന്റെ ഉള്ള അടുപ്പം ഉണ്ടായിരിക്കുന്ന കുടുംബത്തിന്റെ ഭാഗത്ത് അങ്ങനെ പല ചിന്തകൾ, കുട്ടികളുടെ കാര്യത്തിൽ അതൊക്കെ ഭയങ്കര കൂടുതൽ ചിന്തിക്കണം. അത് ആൻസൈറ്റി നമുക്കറിയാം, നമ്മൾ കൂടുതൽ ചിന്തിച്ചുണ്ടാക്കുന്ന കാര്യമാണ് ആൻസൈറ്റി എന്ന് പറഞ്ഞ സാധനം. ആകാംക്ഷ എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ചുണ്ടാക്കുന്ന വിഷയമാണ്. അത് അങ്ങനെ അതേ ചിന്തിക്കാനുള്ളൂ. ഭാര്യയ്ക്ക് കുടുംബത്തെ കുറിച്ച് ചിന്തിക്കാനുള്ളൂ, ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കാനുള്ളൂ. പക്ഷെ ഭർത്താവ് അപ്പോഴും പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഭർത്താവിന് വേണ്ടിയിട്ടാണ്, ഭർത്താവിന്റെ ഫീലിംഗ് ഭാര്യ ഏറ്റെടുക്കണം. അതാണ് പെർസ്യൂവിംഗ് എന്ന് പറയുന്നത്. അപ്പോ ഭാര്യയെ ഭർത്താവ് ഇച്ചിരി അകറ്റി നിർത്തും. കാരണം നിന്റെ ഈ ചിന്താഗതിയുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുടുംബം മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ വീട്ടിന്റെ അകത്ത് ഇതൊക്കെ പറ്റില്ല, പുറത്ത് പോയിട്ട് കാര്യങ്ങൾ ഞാനാണ്. അപ്പൊ അതിന്റെ ലോജിക്ക് അവതരിപ്പിക്കാൻ ഭർത്താവ്. അങ്ങനെ ലോജിക്ക് അവതരിപ്പിച്ചിട്ട് കുറച്ച് കാമായിട്ട്, വൈകാരികമായിട്ട് ഭാര്യ വരുമ്പോ കാമായിട്ട് വരും. എത്രത്തോളം ഭാര്യ വൈകാരികമാവുന്നു അത്രത്തോളം ഭർത്താവ് കാമായിരിക്കും. എത്രത്തോളം കൂടുതൽ റിയാക്ട് ചെയ്യുന്നോ അത്രത്തോളം ഭർത്താവ് തണുത്തിരിക്കും. തണുത്തിരിക്കല്ല, പിന്നെ ഡിസ്റ്റൻസ് ചെയ്യും, അകറ്റും. അപ്പൊ ഈ പെർസ്യൂവിങ് എത്രത്തോളം പെർസ്യൂവിങ്ങോ അത്രത്തോളം ഡിസ്റ്റൻസിങ് നടക്കും. അങ്ങനെയായിട്ട് അതിന്റെ രീതിയിൽ അതാണ് ഇതിന്റെ വിരോധാഭാസം വരുന്നത്. ഓക്കെ, വേറൊരു കാര്യം ജസ്റ്റ് ഞാൻ വായിക്കുന്നില്ല, അങ്ങനെയുണ്ടെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഞാനിപ്പോ ഇന്ന് പറയാൻ പോകുന്നത് പിന്തുടരൽ അകറ്റലിനെ കുറിച്ച് മാത്രമാണ്. പെർസ്യൂവർ ഡിസ്റ്റൻസ് കോമൺ ഡാൻസ് ആണിത്, അതിനെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അതാണിത്. ഈ സ്ലൈഡിലും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇതിനെ കുറിച്ചൊരു എക്സാമ്പിൾ പറയാം. കഴിഞ്ഞ സെഷനിൽ ഞാൻ പറഞ്ഞിരുന്നു, വളരെ മനസ്സിലാക്കാനായിട്ട് ഒരു എക്സാമ്പിളിൽ ഞാനിത് അവതരിപ്പിക്കാൻ അപ്പോൾ കാര്യം ക്ലിയർ ആവാന്ന് പറഞ്ഞു. അപ്പൊ നേരത്തെ ഈ പറഞ്ഞതില് ഇടയ്ക്ക് ഞാൻ പറഞ്ഞു പുരുഷന്റെ സെക്സ് റോള് അല്ലെ, അതുപോലെ അത് സെക്സ് ജെൻഡർ മാനേജ്മെന്റ്, ഇതൊക്കെയാണ് ഇതിനുള്ള അടിസ്ഥാനമായുള്ള കാര്യം എന്ന് പറയുന്നത്. അല്ലെ, കാമൻ മസ്കുലിനായുള്ള ആയിരിക്കണം പുരുഷൻ അല്ലെ. സ്ത്രീ കുറച്ച് കരയും, അതുപോലെ തന്നെ കുറച്ചൊന്ന് കൂടുതൽ റിയാക്ട് ചെയ്യും. അത് സ്ത്രീക്ക് കുഴപ്പമൊന്നുമില്ല. ഓവർ റിയാക്ട് ആവുന്ന സ്ത്രീ. പിന്നെ
ഒരു കുടുംബത്തിന്റെ അകത്ത് ഏറ്റവും അധികം ജോലി ചെയ്യുന്ന സ്ത്രീയാണ്, ഭാര്യയാണ്. ഭാര്യയ്ക്കാണ് കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുന്നത്. ഓവർ ഫങ്ഷനിങ് ആണ് ഭാര്യയ്ക്കുള്ളത്. അതും ഒരു ഡാൻസാണ് ആയിട്ട് കാണുന്നത്. അപ്പൊ ഈ ഇത്രയധികം ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഭാര്യയ്ക്ക് അതിനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ജെൻഡർ ഇക്വാലിറ്റി, അതിന്റെ ആളാണ് ഈ ഓതർ. ഫെമിനിസത്തിന്റെ ആളാണ് ഈ ഓതർ. അതിനനുസരിച്ചാണ് അവര് ഇത് ബലപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ തന്നെ എടുത്തു നോക്കിയോളൂ. ഇപ്പൊ റോള് അല്ലെ, സെക്സ് റോൾസ് ആണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു. ജെൻഡർ മാനേജ്മെന്റ് ആണ് ഇതിന്റെ അടിസ്ഥാനം എന്നൊക്കെ പറഞ്ഞു. സെക്സ് റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാനപ്പെട്ട ദാമ്പത്യ ബന്ധത്തിലെ സെക്സ് റോൾ എന്ന് പറഞ്ഞത്, പുരുഷൻ ബ്രെഡ് വിന്നർ അല്ലെ, കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള സമ്പത്ത് കൊണ്ടുവരുന്നത് പുരുഷനാണ്. അതാണ് സെക്സ് റോൾ, പുരുഷന്റെ റോൾ അല്ലെ. സ്ത്രീയുടെ പരമ്പരാഗതമായ സെക്സ് റോൾ, കുടുംബത്തിനകത്ത്, വീടിന്റെ അകത്ത് കഴിയുക, ഭക്ഷണം ഉണ്ടാക്കുക, കുഞ്ഞുങ്ങളെ വളർത്തുക, ഇതാണ് സ്ത്രീയുടെ സെക്സ് റോൾ അല്ലെ. അപ്പൊ ഇന്ന് സ്ത്രീയും പുറമെ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയിട്ട് ഇന്നും നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്നത് ജോലിയും, പുറമേത്തെ ജോലിയും ചെയ്യണം, ഔദ്യോഗികമായുള്ള ടെൻഷൻ അതെല്ലാം സഹിക്കണം ഭാര്യ, അതിനോടൊപ്പം വീട്ടു ജോലിയും ചെയ്യണം. അത് ഇപ്പോഴും മാറിയിട്ടില്ല നമ്മുടെ സമൂഹത്തിൽ, അതൊരു സത്യമാണ്. അപ്പൊ സംഭവിക്കുന്നത് വെച്ചാൽ ഓവർ ഫങ്ഷനിങ്, കൂടുതൽ ജോലി ചെയ്യേണ്ടി വരിക തന്നെയാണ് സ്ത്രീക്ക് വരുന്നത്. പക്ഷെ അത് ബന്ധങ്ങളെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഒരു ഡാൻസിനെ കുറിച്ച് പറയുന്നത് ഇതൊക്കെ അനാരോഗ്യകരമാണ് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇനി ഇതിന്റെ ഒരു ഉദാഹരണത്തിലേക്ക് പറയാം. ഈ പുസ്തകത്തിൽ തന്നെ പറയുന്ന ഒരു ഉദാഹരണം തന്നെ ഞാൻ പറയാം. ഞാൻ പറഞ്ഞു സൈക്കോളജിസ്റ്റ് ആണ്. അപ്പോ അവരും ദമ്പതി, ഭാര്യയാണ്, അവര് ഭർത്താവ്, അവർക്ക് ഒരു ഭർത്താവുണ്ട്. അപ്പൊ അവരൊരു പുസ്തകം വായിച്ചു. അവർ പുസ്തകം കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ വായിച്ചു. അപ്പൊ അവർക്ക് കുട്ടിയുണ്ട്. ആ പുസ്തകം വായിച്ചപ്പോ അവർക്ക് തോന്നി അവരുടെ കുഞ്ഞ് വളരുന്നത് ശരിയായ രീതിയിലല്ല. എന്തൊക്കെയോ അല്ലെ, മൈൽ സ്റ്റോൺ ഡെവലപ്മെന്റ്, ഇതൊക്കെ നമുക്കറിയാമല്ലോ. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഇത്ര മാസം കൊണ്ട് അല്ലെങ്കിൽ ഇത്ര ദിവസം കൊണ്ട് ഇന്നതൊക്കെ ചെയ്യണം. അങ്ങനെ ശരിയായി വളർന്നു വരുമ്പോൾ മാത്രമാണ് കുഞ്ഞ്, ഇപ്പൊ നേരത്തെ സാബുസാരം ഇതിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 കാര്യങ്ങൾ പറയണം, മാനസികാരോഗ്യവും ശാരീരികാരോഗ്യം. ഇത് ഒക്കെ ഉള്ള ശാരീരിക മാനസികാരോഗ്യം ഉള്ള ഒരു മനുഷ്യനായിട്ട് കുഞ്ഞ് വളരണമെങ്കിൽ ആ മൈൽ സ്റ്റോൺ ഡെവലപ്മെന്റ് കറക്റ്റ് ആയിരിക്കണം. അപ്പൊ ഈ മൈൽ സ്റ്റോൺ ഡെവലപ്മെന്റ് ക്ലിയർ അല്ലേ ഞാൻ പറയുന്നത് അല്ലേ? അപ്പോ അല്ലേ സുരേഷ് സാർ? ഓക്കെ. അപ്പോ ഈ ഇത്തരത്തിലുള്ള ഇവര് നല്ല പഠിച്ചൊരു ആളാണ്, ഇതിന്റെ ഓതർ തന്നെയാണ്. അവരുടെ ഒരു ജീവിതത്തിലെ കാര്യമാണ് ഈ പറയുന്നത്. ഈ ഇമോഷണൽ പെർഷ്യൂർ ഡിസ്റ്റൻസർ എന്നുള്ള നൃത്തം വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇവിടെ പറയുന്നത്. അപ്പോ പുസ്തകം വായിച്ചു നോക്കിയപ്പോ, എന്നിട്ട് അവര് കുഞ്ഞിനെ കുറിച്ച് നോക്കി, കുഞ്ഞിന്റെ മൈൽ സ്റ്റോൺ ഡെവലപ്മെന്റ്, കുഞ്ഞിന്റെ വളർച്ച. അപ്പൊ നോക്കിയപ്പോ അവർക്ക് തോന്നി കുഞ്ഞ് ശരിയായിട്ടല്ല വളരുന്നത്, പ്രശ്നമാണ്. അവർക്ക് ആൻസൈറ്റി ആയി, അവരതിനെ കുറിച്ച് വറീഡായി, ഒരുപാട് വറീഡായി. അപ്പൊ അവര് അത് ഭർത്താവിനോട് പറഞ്ഞു. അതാണല്ലോ, ഭർത്താവല്ലേ ഭാര്യയുടെ ആശ്രയം. ഭാര്യ കൂടുതൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനാണ് ദാമ്പത്യ ബന്ധത്തിൽ ഭർത്താവിനോട്. ഭർത്താവിന് അത്രത്തോളം ഇല്ലിതാനും, എല്ലാം പങ്കുവയ്ക്കണം, എല്ലാം കൂടുതൽ പങ്കുവയ്ക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നതാണ് ഭാര്യയുടെ റോൾ. അപ്പോ ഭർത്താവ് പറഞ്ഞ ഉത്തരവ് ഇതാണ്: നീ ഒരുപാട് വറീഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്, വറി ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. ഇത്രത്തോളൊന്നും, ഇത് നിന്റെ ഒരു സ്വഭാവമാണ്. നിന്നെ ഞാൻ വിവാഹം കഴിച്ച അന്നു മുതൽ കാണുന്നതാണ്. അതുപോലെ നിന്റെ കുടുംബത്തെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നിന്റെ കുടുംബം ഇത് തന്നെയാണ് സ്വഭാവം, നിന്റെ അമ്മയ്ക്കും ഇത് തന്നെയാണ് സ്വഭാവം. കൂടുതൽ ആവശ്യത്തിലധികം വറി ചെയ്തിട്ട് പ്രശ്നങ്ങളെ ഒരു ചെറിയ ഒരു കല്ലിനെ വലിയൊരു മലയാക്കി മാറ്റുന്ന ഒരു കാര്യമാണ് നീ ചെയ്യുന്നത്. അത് നിന്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. ഇത് ഇത്രയൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ആ അമ്മയ്ക്ക് അതില്
ആ വറീസ് നിർത്താൻ കഴിഞ്ഞില്ല. അവരിലെ അമ്മയ്ക്ക് അത് നിർത്താൻ കഴിഞ്ഞില്ല. ഇത്രയും ഭർത്താവ് പറഞ്ഞിട്ട് എപ്പോഴൊക്കെ ഇത് പറയുന്നോ, എപ്പോഴൊക്കെ ഇത് കാണുന്നു, കുഞ്ഞിനെ കാണുമ്പോൾ അവർക്ക് മനസ്സിലത് മാത്രം ചിന്ത വരുന്നുള്ളൂ. ഇത് ഇങ്ങനെ പോയാൽ ശരിയല്ല, എന്തെങ്കിലും ചെയ്യണം. അവരെ ആൻസൈറ്റി വർദ്ധിച്ചു വരുന്നു. അപ്പൊ അവര് കൂടുതൽ ഭർത്താവിനോട് ഇത് തന്നെ പറയുന്നു. അവരുടെ കാര്യം അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യം നോക്കാനാണ് കുടുംബത്തിൽ ആ ഭർത്താവാണുള്ളത്. അപ്പൊ അവരുടെ വറീസും അവരുടെ ആൻസൈറ്റിയും ആ ഭർത്താവിനോടാണ് പറയാനുള്ളത്. അപ്പൊ അവര് കൂടുതൽ പറയും ഭർത്താവിനോട്. എത്രത്തോളം പറയുന്നോ ഭർത്താവ് അത്രത്തോളം അവരെ അകറ്റും. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഇമോഷണൽ പെർസ്യൂവർ ആൻഡ് ഡിസ്റ്റൻസർ എന്ന് പറയുന്നത്. എന്നിട്ട് സ്റ്റാഫ് എന്ത് ചെയ്യും? ഭർത്താവ് അകറ്റാണ്, പക്ഷെ ആ മനസ്സിലുള്ള ആൻസൈറ്റി അപ്പോഴും ഇല്ലാതാവുന്നില്ല ഭാര്യയുടെ. അവരൊരു സൈക്കോളജിസ്റ്റിനെ പോയി കണ്ടു. കുഞ്ഞിനെ സൈക്കോളജിസ്റ്റിനെ കാണിച്ചു. അപ്പൊ സൈക്കോളജിസ്റ്റ് പറഞ്ഞത് ശരിയാണ്, നിങ്ങളുടെ ഒബ്സർവേഷൻ ശരിയാണ്, കറക്റ്റ് ആണ്. ഇവരുടെ കുട്ടിയുടെ മൈൽ സ്റ്റോൺ ഡെവലപ്മെന്റിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, ശരി തന്നെയാണ്, പെർഫെക്റ്റ് ആയിട്ടാണ് നിങ്ങൾ. പക്ഷെ ആ പെർഫെക്റ്റ് ആയിട്ടാണ് എന്നുള്ള ഒബ്സർവേഷൻ ശരിയാണ് എന്ന് പറയാൻ സൈക്കോളജിസ്റ്റിനെ കഴിഞ്ഞുള്ളൂ. അതിന് നമുക്ക് ഭർത്താവിനെ കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല. കാരണം ഭർത്താവ് സൈക്കോളജിസ്റ്റ് അല്ലല്ലോ, ആകണമെന്നില്ലല്ലോ. ആയാലും സ്വന്തം കുടുംബത്തിന്റെ അകത്ത് കൗൺസിലിങ്ങും ഇതൊന്നും സൈക്കോളജിസ്റ്റിന് ചെയ്യാൻ പറ്റില്ല. അത് കാര്യങ്ങൾ മനസ്സിലാക്കാനൊന്നും അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന് അവര് കുറ്റപ്പെടും. അപ്പൊ സൈക്കോളജിസ്റ്റ് പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ ഈ ഒബ്സർവ് ചെയ്തത് കറക്റ്റ് ആണ്, നിങ്ങളുടെ കുട്ടിക്ക് കുറച്ച് പ്രോബ്ലംസ്. അപ്പോ ഈ പ്രോബ്ലംസ് ഇനിയും കുറച്ച് നിങ്ങൾ ഒബ്സർവ് ചെയ്ത് മുന്നോട്ട് പോയിക്കോളൂ. ഇനിയും അത് കൂടുതലാവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഒരു ചൈൽഡ് ന്യൂറോളജിസ്റ്റിനെ കാണിച്ചാൽ മതി. അത് എന്നെ കാണാൻ വരണ്ട, ഒരു ചൈൽഡ് ന്യൂറോളജിസ്റ്റിനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. വീണ്ടും ഭാര്യ ഇക്കാര്യവും ഭർത്താവിനോട് പറയുന്നു. അപ്പോഴും ഭർത്താവിന്റെ ഉത്തരം ഇത് തന്നെയാണ്. എത്ര കുട്ടികൾ വളർന്നിട്ടുണ്ട് ഈ കുടുംബത്തിൽ, എന്നിട്ടും ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എന്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. അങ്ങനെ നിന്റെ ടെൻഷൻ കാരണമാണ് നീ ആവശ്യമില്ല ടെൻഷൻ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇത് തന്നെയാണ് ഭാര്യയുടെ. പക്ഷെ ഭാര്യയുടെ ടെൻഷൻ പോകുന്നുണ്ടോ? ഭാര്യയുടെ വറീസ് പോകുന്നുണ്ടോ? പോകുന്നില്ല. ഭാര്യ വീണ്ടും ഭർത്താവിനെ പിന്തുടരുന്നു. വൈകാരികമായിട്ട് ഭർത്താവിനോട് പറയുന്നു, ഭയങ്കര ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് മക്കളോട് സ്നേഹമില്ല, അത്ര ദേഷ്യത്തിലേക്ക് പോകപ്പോ. ഇങ്ങനെ ഒരു മനുഷ്യൻ, ഇങ്ങനെ ഒരു തണുപ്പിന് ഞാൻ ഈ ജീവിതത്തിൽ ഞാൻ ആ രീതിയിലായിട്ട് ഇതിനെ പറയുന്നില്ല. അതായത് എന്റെ ജീവിതം തൊലഞ്ഞു പോയി ഇയാളെ കെട്ടിയതിന് ശേഷം. അങ്ങനെ ആവാം, മനസ്സിൽ ഇങ്ങനെ വന്നേക്കാം. പക്ഷെ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ അതായിരിക്കും ഭാര്യയുടെ മനസ്സ്. ഇതിനാണ് പെർസ്യൂയിങ് എന്ന്, വൈകാരികമായി പെർസ്യൂ എന്ന് പറയുന്നത്. എന്നിട്ട് ഭർത്താവ് അകറ്റുന്നു. എത്രത്തോളം ടെൻഷൻ അടിച്ചിട്ട്, എത്രത്തോളം വൈകാരികതയോട് കൂടിയിട്ട്, എത്രത്തോളം ഓവർ റിയാക്ട് ചെയ്തിട്ട് ഭർത്താവിനെ സമീപിക്കുന്നു, ഭാര്യ സമീപിക്കുന്നു, അത്രത്തോളം ഭർത്താവ് ഭാര്യയെ അകറ്റുകയും ചെയ്യുന്നു. അതാണ് ഡാൻസ്. ഇതാണ് ഇവിടെ ഈ ഡാൻസ്, ഇമോഷൻ പെർസ്യൂവർ ഡിസ്റ്റൻസിലുള്ള ഡാൻസ്. ഇതാണ്. അങ്ങനെ അകറ്റി ഇതെല്ലാം 80-90% ദാമ്പത്യത്തില് സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോ എന്നിട്ട് ഇന്ന് ഭാര്യ എന്ത് ചെയ്തു? ഇങ്ങനെ അകറ്റിക്കഴിഞ്ഞാലും ഭാര്യയ്ക്ക് അവര് പ്രസവിച്ച കുട്ടിയാണ്, ആ കുട്ടിയുടെ പ്രശ്നമാണ്. ആ കുട്ടിയുടെ പ്രശ്നത്തിന് സൊല്യൂഷൻ ഇല്ലെങ്കിൽ അവർക്ക് സമാധാനമില്ല. അവര് സൈക്കോളജിസ്റ്റിനെ കണ്ടു. പിന്നെ എന്തായാലും സൈക്കോളജിസ്റ്റ് പറഞ്ഞല്ലോ, ചൈൽഡ് ന്യൂറോളജിസ്റ്റിനെയാണ് കണ്ടത്. അവര് ചൈൽഡ് ന്യൂറോളജിസ്റ്റിനെയും കണ്ടു. ചൈൽഡ് ന്യൂറോളജിസ്റ്റ് പറഞ്ഞു വളരെ, അപ്പൊ ഭർത്താവ് അതിനും വന്നിട്ടില്ല. ഭർത്താവ് അകറ്റുക തന്നെയാണ് ചെയ്തത് ഭാര്യയെ. അപ്പൊ പക്ഷെ ഇവരെന്ന് പറഞ്ഞാൽ ഈ ഭാര്യ വളരെയധികം എഡ്യൂക്കേറ്റഡ് ആണ്, ഒരു മനഃശാസ്ത്രം ഒക്കെ പഠിച്ചൊരു സ്ത്രീയാണ്. എന്നിട്ടും അവർക്ക് ഇതിങ്ങനെ സംഭവിക്കുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഇവര് ചൈൽഡ് ന്യൂറോളജിസ്റ്റിനെയും കണ്ടു, കുഞ്ഞിനെ കാണിച്ചു. ഭാഗ്യത്തില് ചൈൽഡ് ന്യൂറോളജിസ്റ്റ് പറഞ്ഞു, കുഞ്ഞിനൊരു കുഴപ്പമില്ല, ഒരു പേടിക്കണ്ടപ്പോ. അപ്പൊ എന്തായി? ഭർത്താവ് പറഞ്ഞാണ് ശരിയെന്ന് തോന്നുന്നു, അല്ലെ? ഓവർ വറിയിങ് ഉണ്ടായിരുന്നു. അതായത് ഇത്രയധികം പഠിച്ച് ഇത്രയധികം വിവരമുള്ള ആ സ്ത്രീക്കും ബുദ്ധിയില്ലാത്ത പെണ്ണെന്നുള്ള ഒരു പരിവേഷം ചാർത്തി കിട്ടി, അല്ലെ?
പെണ്ണുങ്ങൾക്ക് ബുദ്ധി കുറവ് അല്ലെ? ഇങ്ങനെയൊക്കെ രീതിയിലുള്ള ഒരു കാര്യമായിട്ടത് സംഭവിച്ചു. അപ്പോ ഈ ഇതില് ഇവര് ചിന്തിച്ചത് ഈ ഒരു അവരുടെ ജീവിതം തന്നെ വിശകലനം ചെയ്തിട്ട് അവര് ആണ് ഇതിലേക്ക് എത്തിച്ചേർന്നത്. അവര് മനസ്സിലാക്കി ഇത് ഏത് കാര്യത്തിലും ഇങ്ങനെയാ. ഒരു കുഞ്ഞിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, പക്ഷെ ഏത് കാര്യത്തിലും അവരുടെ പെരുമാറ്റം എങ്ങനെയാണ്, ഭർത്താവ് തിരിച്ചു ഇങ്ങനെയാണ് പെരുമാറുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു പാറ്റേൺ ആയിട്ട് മാറുന്നു. പാറ്റേൺ, പ്രകൃതം എന്ന് മലയാളത്തിൽ പറയും. എന്താണ് പ്രകൃതം? നമ്മുടെ ഓരോരുത്തരുടെയും പെരുമാറ്റങ്ങൾ പ്രകൃതങ്ങളാണ്. നാം പറയുന്നു നാം മാറുന്നൊന്നുമില്ല. നാം നേരത്തെ പറഞ്ഞു ഒരു ബന്ധത്തിലും ആരും മാറാൻ ആഗ്രഹിക്കുന്നില്ല, മാറാൻ ഭയമാണ്, പക്ഷെ മാറ്റം സംഭവിക്കുന്നുണ്ട്. അതാണ് ഈ ഡാൻസിന് കാരണം എന്നും പറഞ്ഞു. അപ്പൊ മാറാൻ ആഗ്രഹിക്കാത്ത ഒരാൾ മാറ്റം സംഭവിക്കുമ്പോ അതിനനുസരിച്ച് മാറാൻ ചില തരികിടകള് എടുക്കേണ്ടി വരും. അതാണ് ഈ ഡാൻസ് എന്ന് പറഞ്ഞു. അപ്പോ ഈ ഒരു സംഭവത്തില് എന്തായി ഭാര്യയുടെ അവസ്ഥ? ഭാര്യ ബുദ്ധി ഇല്ലാത്തവൾ, ഇത്രയൊക്കെ പഠിച്ചിട്ടും നിനക്ക് വല്ല വിവരമുണ്ടോ? പഠിച്ചിട്ട് കാര്യമില്ല, അറിവുണ്ടായിട്ട് കാര്യമില്ല, വിവരം വേണം. എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണ് അല്ലെ? അങ്ങനെ ആയിത്തീരുന്നല്ലോ അല്ലേ? അപ്പോ ഇതൊരു ഒരു വഴക്ക്, ഭാര്യ ഭർത്താവ് എന്നുള്ള വഴക്കായിട്ട് വന്നു അല്ലെ? ഈ വഴക്ക് എന്തുകൊണ്ടുണ്ടാവുന്നത് എന്ന് അവർ ചിന്തിച്ചു. എന്തുകൊണ്ടാണ് ഈ വഴക്കുണ്ടാവുന്നത്? ആർക്കെങ്കിലും പറയാമോ? ഇങ്ങനെ ഒരു സംഭവ വികാസം ഉണ്ടാവുന്നത് എന്തുകൊണ്ട്? ഇതൊരു വഴക്കായിട്ട് മാറുന്നു അല്ലെ? പുരുഷൻ അത് ഒരിക്കലും ഇങ്ങനെയാണ്. ഇപ്പൊ സ്ത്രീകളുടെ മാത്രം സംസാര സ്ഥലത്ത് നമ്മളെ പുരുഷനെ അടുപ്പിക്കാറില്ലല്ലോ. അങ്ങനെ വരുന്ന സമയത്ത് സംസാരിക്കുന്ന ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. പക്ഷെ ഓക്കെ റൈറ്റ്. പക്ഷെ കാണുമ്പോ അവർ നമ്മളൊരു വഴക്കിന്റെ രീതിയിൽ അത് വഴക്കാതെ സൗന്ദര്യ പിണക്കം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഇങ്ങനെയൊക്കെ വരുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഈഗോ. അയ്യോ കടുപ്പത്തിലേക്കൊന്നും പോവല്ലേ, എനിക്ക് ഇഷ്ടമല്ല അത്. ഇങ്ങനെ കടുപ്പത്തിൽ സൈക്കോളജി ചിന്തിക്കല്ലേ? ഇതെന്തിനാണ് ഇങ്ങനെ സൗന്ദര്യപ്പിണക്കം കാണിക്കുന്നത്? ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട് സൗന്ദര്യപ്പിണക്കാണ്. അതിലെങ്ങനെ ഈഗോ വരുന്നേ? അതാ ആദ്യത്തെ ചോദ്യം. ഒരാൾ മറ്റൊരാൾ മാറ്റാൻ ശ്രമിക്കുക. അല്ല, ഞാൻ ചോദിക്കുന്നത് റോയ് സാറല്ലേ പറഞ്ഞു. റോയ് സാറെ ഞാൻ ചോദിക്കുന്നത് അതല്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഞാൻ ഇപ്പൊ ഈ ഉദാഹരണം പറഞ്ഞല്ലോ, ഈ ഉദാഹരണത്തിൽ വഴക്കില്ലേ? വളരെ ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു ഭാര്യ ഈ കുഞ്ഞിന്റെ കാര്യം അവതരിപ്പിക്കുമ്പോ ഭർത്താവ് അവളെ അകറ്റുന്നു. എന്താണ് ഭാര്യയുടെ അതൊന്നും ചിന്തിക്കുക. ആ ഭാര്യയുടെ മനസ്സൊന്നും ചിന്തിച്ചു നോക്കും. നമ്മൾ എമ്പതി എന്നൊക്കെ പറയുന്ന ആൾക്കാരല്ലേ, കൗൺസിലിംഗ് ഒക്കെ പഠിക്കുന്ന ആൾക്കാരല്ലേ, പഠിച്ച ആൾക്കാരല്ലേ? എമ്പത്തറ്റിക് ആയിട്ട് ആ ഭാര്യയുടെ മനസ്സിലോട്ടും ചെന്ന് നോക്കൂ. അവര് എന്റെ മോൾക്കാണ് അല്ലെങ്കിൽ എന്റെ മോനാണ് ഇങ്ങനെ സംഭവിക്കണത് അല്ലെ? ഞാനാണ് ഉത്തരവാദി, ഞാനത് നേരെയാക്കണം അല്ലെ? അങ്ങനെയുള്ള ഒരു സ്നേഹത്തിന്റെ അല്ലെങ്കിൽ അത്രയും തീവ്രമായുള്ള ഇതിന്റെ പുറത്താണ് ഈ അമിത പ്രതികരണവും അമിതമായിട്ട് വൈകാരികതയും കാണിക്കുന്ന ഭർത്താവിനോട്. ആ സമയത്താണ് ഭർത്താവ് ഭാര്യയെ അകറ്റുന്നത്. കറക്റ്റ്. അപ്പോ ആ സമയത്ത് ആ മനസ്സിനെ കുറിച്ച് ചിന്തിച്ചു. അപ്പൊ അതൊരു വഴക്കായിട്ട് ഓവർ റിയാക്ട് ചെയ്യുമ്പോൾ ഭയങ്കര ശല്യമാണ് ഭാര്യ അപ്പോ ഭർത്താവിന് അല്ലെ? അപ്പോ അങ്ങനെയാണ് ദാമ്പത്യ ബന്ധം പോണത്. ആ ഒരു അല്ലെ? അത് അറിയാം, നമുക്കറിയാം കാര്യം. നമ്മുടെ എല്ലാവരുടെയും കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ്. പൊതുവെ 90% ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു നമ്മള്. അപ്പോ ഇതില് എന്താണ് സംഭവം? ഈ സൗന്ദര്യപ്പിണക്കം ഇതില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. അത് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് മനസ്സിലാവും. ആർക്കെങ്കിലും ഐഡിയാവോ? ഈഗോയിലേക്കൊന്നും പോകല്ലേ? ഈഗോ ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ തമ്മിൽ തല്ല. അത് ഇപ്പൊ സൗന്ദര്യപ്പിണക്കമുള്ളോ? അത് ഇപ്പൊ അപ്പൊ ഭാര്യയ്ക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ടാവും. ഇപ്പൊ ഈ കഥ ഞാൻ പറഞ്ഞില്ലേ, ഈ കഥയിൽ ഇങ്ങനെ സംഭവിച്ചു. ഭാര്യയ്ക്ക് ബുദ്ധി കുറവാണ് അല്ലെങ്കിൽ ഓവർ റിയാക്ട് ചെയ്യാണ് ഭാര്യ എന്നൊക്കെയാണ് ഭർത്താവ് പറഞ്ഞിരുന്നത്. അകറ്റ് ചെയ്താത്തതുകൊണ്ടാണ് അല്ലെ? ഓവർ റിയാക്ട് ചെയ്യുന്നു, നീ കൂടുതൽ വറി ചെയ്യുന്നു, നിന്റെ അമ്മയും ഇങ്ങനെയാണ്, നിന്റെ കുടുംബം മുഴുവൻ ഇങ്ങനെയാണ്, അതാണ് ഇത്, അങ്ങനെ ഇത്ര അറിയേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് ഭർത്താവ് പറഞ്ഞത്.
അപ്പൊ നോക്കി വന്നപ്പോ ഭർത്താവിന്റെ അടുത്ത് എത്തിയില്ല കാര്യങ്ങൾ. അപ്പൊ സ്ത്രീക്ക് സമ്മതിക്കേണ്ടി വരുന്നു. അത് എനിക്ക് കുറച്ചിത്തിരി ബുദ്ധി കുറവാണ്, ഞാനിങ്ങനെയൊക്കെയാണ് അല്ലെ, നിങ്ങളുടെ അത്ര ബുദ്ധി എനിക്കില്ല എന്ന് പറഞ്ഞ സമ്മതിച്ചിട്ട് ഒതുക്കി കൊടുക്കും അല്ലെ. അങ്ങനെ ഒരു ബാലൻസിലെത്തുന്നു. ബന്ധം ഒരു ബാലൻസിലെത്തുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഇതില്ലെങ്കിൽ എന്ത് സംഭവിക്കായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഇത് ഉണ്ടാവുന്നത് സ്റ്റക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ബന്ധം സ്റ്റക്കാവരുത്. മനസ്സിലാവണത് ഞാൻ പറയുന്നത്. ഇപ്പൊ ഇതേ ഉദാഹരണം തന്നെ എടുത്തോളൂ. ഈ മോന്റെ അല്ലെങ്കിൽ മോളുടെ കാര്യം മൈൽ സ്റ്റോൺ ഡെവലപ്മെന്റ് കറക്റ്റ് അല്ല എന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി ഭാര്യ, അറിവുള്ള സ്ത്രീയാണ്, സൈക്കോളജിസ്റ്റാണ്, എന്നിട്ട് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി, എന്നിട്ട് അതിനെ ഇത് പ്രവർത്തിക്കണം, എന്തെങ്കിലും ചെയ്തു വെക്കും എന്നുള്ള തീർപ്പിലാണ് അത്. അപ്പൊ അവർക്ക് ചെയ്യണമെങ്കിൽ അവര് ദാമ്പത്യ ബന്ധം, അവർ രണ്ടുപേരും കൂടിയാണ് കുടുംബമായിട്ട്, 3 പേര് അല്ലെ ഭാര്യയും ഭർത്താവും കൂടിയിട്ടാണ് അതാണ് പാരന്റിങ് ചെയ്യേണ്ടത്. അപ്പൊ ഭർത്താവിനോട് പറയുമ്പോ ഒട്ടും തന്നെ ഭർത്താവ് അംഗീകരിക്കുന്നില്ല, ഭർത്താവ് അകറ്റുന്നു. അപ്പോ ഈ സമയത്ത് സംസാരിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? ബന്ധം സ്റ്റക്കായി അവിടെ, കുടുംബം മുന്നോട്ട് പോവില്ല. ആ സ്റ്റക്കായ കാര്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ വഴക്കും ഈ സൗന്ദര്യപ്പിണക്കങ്ങളും ഇത്തരത്തിലുള്ള വൈകാരികമായ മുറിവുകൾ അല്ലെ, പരസ്പരം വൈകാരികമായ മുറിവുകളാണ്. ഇവള് ഒരു സ്വൈര്യം തരില്ല. ഭർത്താവിന്റെ അമ്മോടോ വീട്ടുകാരോടൊക്കെ പറയണ്ടാവും, ഇവള് ഒരു സ്വൈര്യം തരില്ല, ഇത്ര ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്നതാണ് ഞാൻ, പക്ഷെ ഇവള് ഇല്ലാത്ത കാര്യങ്ങളും പറഞ്ഞിട്ട് എനിക്ക് ഒട്ടും സ്വൈര്യം തരുന്നില്ല അല്ലെ, ഭർത്താവിന്റെ അമ്മോടൊക്കെ പറയണ്ടാവും. അപ്പൊ എന്താണ് ഭാര്യയുടെ അമ്മോട് തിരിച്ചാവും പറയണ്ടാവുക, അതും പറയുന്ന ടൈപ്പാണല്ലോ. അതായത് സ്ത്രീകൾ പൊതുവെ എങ്ങനെയാണ്. അപ്പോ പറയുന്നത് ഒരു തണുപ്പനാണ്, കുടുംബകാര്യങ്ങളിൽ ഒരു ശ്രദ്ധയില്ല, കുട്ടികളുടെ കാര്യം ഒരു ശ്രദ്ധയില്ല, എത്താണ് ഇങ്ങനെയാണ്, വലിയ വർത്താനം പറയും, അല്ലാതെ ഒന്നിനും കൊള്ളൂല അല്ലെ. ഈ രീതിയിൽ ഇങ്ങനെയുള്ള ഈ സൗന്ദര്യ പ്രകൃതി കൊണ്ടുള്ള ഈ ഇതിന് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള അതാണ് ഈ നൃത്തം. ഈ നൃത്തമില്ലെങ്കിൽ ജീവിതം മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് നൃത്തം തുടരുകയാണ് ചെയ്യുന്നത്, നമ്മളതാണ് ചെയ്യുന്നത്. അപ്പൊ ഈ നൃത്തം അനാരോഗ്യകരമാണ്. ദിസ് ഈസ് അൺഹെൽത്തി ഡാൻസ്, അൺഹെൽത്തി കപ്പിൾ ഡാൻസ്, മോസ്റ്റ്ലി ഫോളോഡ് ബൈ ഓൾ ദ കപ്പിൾ. അപ്പോ ഇത് ഇങ്ങനെ തുടർന്നാൽ മതിയോ? നമുക്ക് ജെൻഡർ ഈക്വാലിറ്റി ഒക്കെ വേണ്ടേ? നമുക്ക് നല്ല ബന്ധം വേണ്ടേ? സ്ത്രീ പുരുഷ ബന്ധം, ദാമ്പത്യ ബന്ധം നന്നാവണ്ടേ? നല്ല ദാമ്പത്യ ബന്ധം നന്നായിട്ട് പോകുമ്പോഴാണ് മനുഷ്യ വികസനം ഉണ്ടാവുക, നല്ല കുട്ടികൾ ഉണ്ടാവുക. അതുപോലെ തന്നെ നല്ല ഇപ്പൊ ഭാര്യയ്ക്കും മാനസികാരോഗ്യം ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു മാനസികാരോഗ്യത്തിനും ശാരീരികാരോഗ്യത്തിനും ദിനമാണിത് ഇന്ന്. അപ്പൊ മാനസികാരോഗ്യം ഭാര്യയ്ക്കും വേണം, ഭർത്താവിനും വേണം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് കുറേ കഴിയാം. നേരെ മറിച്ച് ഇതിനൊരു പോംവഴി ഉണ്ട് എന്നുള്ളതാണ്. ഇതിന്റെ പോംവഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരേ ഒരു പോംവഴിയുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? പെർസ്യൂ ചെയ്യുന്ന ആളാണ് ഭാര്യ അല്ലെ, പിന്തുടരുന്നത് ആളാണ് ഭാര്യ. അതാണ് ആദ്യം നടക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അതാണ് ശരി. പക്ഷെ എങ്കിലും പെർസ്യൂയിങ്ങിലാണ് കാര്യങ്ങൾ കൂടുതൽ നടക്കുന്നത്, ഡിസ്റ്റൻസിങ് പിന്തുടരുന്നത്. ഇതേ ഭർത്താവിന് തന്നെ പെർസ്യൂ ചെയ്യേണ്ട അവസരം വരുന്നു എന്നുള്ളത് എനിക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് നോക്കാം. ഇപ്പൊ 8:03 ആയി സമയം. അപ്പൊ ഇത് മാറ്റണമെങ്കിൽ നമുക്ക് കഴിയും. അതിന് ഭാര്യയാണ് വിചാരിക്കുന്നത്. ഇത് നേരത്തെ സെക്സ് റോളിന്റെ കാര്യമാണെന്ന് പറഞ്ഞു, ജെൻഡർ മാനേജ്മെന്റിന്റെ ഇഷ്യൂ ആണെന്ന് പറഞ്ഞു. സമൂഹം ഈ തരത്തിലുള്ള കളികളാണ് ഇഷ്ടപ്പെടുന്നത്. ഇതാണ് സമൂഹം ചിന്തിക്കുന്നത്. അത് വിവരക്കേട് കൊണ്ടാണ് സമൂഹത്തിന്. ജെൻഡർ ഇൻഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ വിവരക്കേടാണ്, ശാസ്ത്രീയ അറിവില്ലായ്കയാണ്. ശാസ്ത്രീയമായ അറിവുള്ള ആൾക്കാർക്ക് പുരുഷനും സ്ത്രീയും തുല്യരാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും, അല്ലാത്തവർക്ക് പറ്റില്ല. അത് മനസ്സിൽ ഉൾക്കൊള്ളാനും അവർക്ക് കഴിയില്ല. സമൂഹം അതാണ്. സമൂഹം പണ്ടത്തെ സമൂഹം അങ്ങനെ തന്നെയായിരുന്നു അല്ലെ. നമുക്കറിയാം, പുരുഷന്റെ വാര്യലിൽ നിന്ന് സൃഷ്ടിച്ച സ്ത്രീ അല്ലെ. ഇങ്ങനെ ഇതൊരു ട്രഡീഷണൽ നോളജ് ആണ്. വളരെ 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 എത്രയോ ഏത് സൈക്കോളജിക്കൽ ബുക്കിനെക്കാട്ടിലും മനുഷ്യര് ആരാധിക്കുന്ന അല്ലെങ്കിൽ അംഗീകരിക്കുന്ന ഒരു പുസ്തകത്തിലാണ് അങ്ങനെ എഴുതിയിട്ടുള്ളത്.
അപ്പോ അതല്ല ശരി എന്ന് ഇപ്പൊ ശാസ്ത്രം കണ്ടെത്തി. അന്ന് ശാസ്ത്രത്തിൽ ട്രഡീഷണൽ നോളജ് ആയിട്ട് എടുക്കുക അതിനൊക്കെ. അത് പിന്നെ അല്ല ശരി എന്നുള്ള ശാസ്ത്രീയത വ്യക്തമായത് വളരെ കാലമായിട്ടില്ല. അവിടുന്ന് അങ്ങോട്ടാണ് ഈ ജെൻഡർ ഇക്വാലിറ്റി ഒക്കെ വന്നിട്ടുള്ളത്. അപ്പൊ ഇത് ഇല്ലാതാക്കണമെങ്കിൽ സ്ത്രീ തന്നെ ശ്രമിക്കണം. അതായത് പെർസ്യൂവിങ് കൂടുതലുള്ള സ്ത്രീക്കാണ്. സ്ത്രീ ശ്രമിച്ചു കഴിഞ്ഞിട്ട് ഈ പെർസ്യൂവിങ്, അതായത് പുരുഷന് വേണ്ടിയിട്ട് ഫീൽ ചെയ്യുന്ന സ്ത്രീയുടെ സ്വഭാവം മാറ്റിയിട്ട് കഴിഞ്ഞാൽ, മാറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, സ്ത്രീ മാറിയാൽ മാത്രമേ ഈ അനാരോഗ്യമായുള്ള നൃത്തം മാറ്റാൻ കഴിയും. ഇത്രയും പറഞ്ഞിട്ട് ഇനി നിർത്താനല്ലേ സാബു സാർ? 8-5 അല്ലെ? ഞാൻ ഇത്രത്തോളം പറഞ്ഞ് ക്ലിയർ ആയില്ലേ ഇപ്പൊ? അല്ലെ? 8-5 ഓക്കെ. അപ്പോ സ്ലൈഡിനെ കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി വേണോ? പറഞ്ഞത് കറക്റ്റ് അല്ലേ? റോയ് സാർ പറയൂ. ഞാൻ റോയ് സാറിന് വളരെയധികം പ്രാധാന്യം കാണുന്നു. ഓക്കെ സാർ, അല്ലേ? ക്ലിയർ അല്ലേ? അതെ. അപ്പൊ സ്ത്രീയുടെ ഈ പേഴ്സ്യൂവിങ് സ്വഭാവം മാറ്റണം. സ്ത്രീയുടെ സ്വഭാവം മാറ്റണം. ശരി. അത് അങ്ങനെ ഇത് മാറ്റുള്ളൂ, ഈ നൃത്തം മാറ്റുള്ളൂ. അതായത് സ്റ്റെപ്പുകളാണല്ലോ നൃത്തത്തിലുള്ളത്. അപ്പൊ ഒരു സ്റ്റെപ്പ്, പിന്തുടരുന്ന സ്റ്റെപ്പ് സ്ത്രീയാണ് കാണിക്കുന്നത്. പൊതുവെ സ്ത്രീകളാണ് ചെയ്യുന്നത്, അകറ്റുന്ന പുരുഷനാണ്. സ്ത്രീയുടെ ഈ പിന്തുടരുന്ന സ്വഭാവം മാറ്റണം. ഈ സ്റ്റെപ്പ് മാറ്റിയിട്ട് വേറെ സ്റ്റെപ്പ് സ്ത്രീ എടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള സ്റ്റെപ്പ് പുരുഷനും എടുക്കേണ്ടി വരും. ഇവിടെ സൗന്ദര്യ പിണക്കങ്ങളേ ഉള്ളൂ. അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ ഈഗോ, അല്ലെങ്കിൽ അതുപോലെ ഈഗോ തമ്മിലുള്ള വഴക്കെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഏറ്റവും വലിയ വഴക്കാ. അല്ല, ഇത് ആങ്സൈറ്റി കൊണ്ട് ഉണ്ടാവുന്നല്ലേ സാറേ? യെസ്, ഇതാണ് കാര്യം. ബന്ധങ്ങളിലുള്ള ആൻസൈറ്റി, ഏത് ബന്ധമായാലും ആൻസൈറ്റി ഉണ്ടാവും. അപ്പൊ ആൻസൈറ്റി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടും ചെയ്യണത്. ഈ പിന്തുടരുന്നതും പെർസ്യൂ ചെയ്യുന്നതും ഡിസ്റ്റൻസ് ചെയ്യുന്നതും രണ്ടും ആൻസൈറ്റി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ആൻസൈറ്റി, അതായത് 2 പേര് തമ്മിലുള്ള ബന്ധം സ്റ്റേബിൾ അല്ല എന്നും പറയുന്നുണ്ട്. ഈ 2 മനുഷ്യർ തമ്മിലുള്ള ബന്ധം, മനുഷ്യൻ സമൂഹ ജീവി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ആലങ്കാരികമായിട്ട് പറയാം. 2 പേര് മാത്രമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ അത് സ്റ്റേബിലിറ്റി ഇല്ല. അത് ശാശ്വത അല്ലെങ്കിൽ സ്ഥിരത കുറവായിരിക്കും. വേറെ ആൾക്കാർ വരണം. പക്ഷെ ദാമ്പത്യത്തിൽ മൂന്നാമതിനെ കൊണ്ടുവരാൻ പറ്റുമോ? പറ്റില്ല. അപ്പോ ഇതൊക്കെയാണ് ഇതിന്റെ കാരണങ്ങളായിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ ഞാൻ പറയുന്നത്? അല്ലേ? ഒരു ഡിസ്കഷനിലേക്ക് പോകാമോ? അതോ സ്ലൈഡ് ഏതെങ്കിലും കൂടുതൽ ക്ലാരിറ്റി വേണോ? ഡിസ്കഷനിലേക്ക് പോകാം സാർ. ഓക്കെ, അപ്പൊ സ്ലൈഡ് സ്റ്റോപ്പ് ചെയ്യട്ടെ? ഓക്കെ. 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 സോ താങ്ക് യു വിജയരാമൻ സാർ. ഇത് ലോകാരോഗ്യ ദിനമാണ്. ഒരുപക്ഷെ ലോകാരോഗ്യ ദിനത്തിൽ ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഈ പറയുന്ന ദമ്പതികൾ അല്ലെങ്കിൽ കപ്പിൾസ് നിർവഹിക്കേണ്ടത്. കാരണം അവരിലൂടെയാണ് പുതിയൊരു ജനറേഷൻ ഉണ്ടാകുന്നത്. ആ ജനറേഷനിലൂടെയാണ് മുന്നോട്ടുള്ള എല്ലാ സാമൂഹികവും സോഷ്യൽ അങ്ങനെയുള്ള തലങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും മനോഹരമായ ഒരു വിഷയമാണിത്, ദമ്പതികളുടെ നൃത്തങ്ങൾ അല്ലെങ്കിൽ കപ്പിൾ ഡാൻസ്. സത്യത്തിൽ ഇതിൻ്റെ താളത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എത്ര മനോഹരമായിട്ട് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കും എന്നുള്ള ആ ഒരു വലിയ കാര്യത്തിന് തുടക്കമാണ് ഈ കഴിഞ്ഞ അധ്യായങ്ങളിലൂടെയൊക്കെ സാറ് തരുന്നത്. ഇത് എത്ര പ്രോസസ്സ് അല്ലെങ്കിൽ എത്ര ക്ലാസ് എടുത്താലും ഇതിൻ്റെ കണ്ടന്റ് തീരത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കാരണം ഓരോ കപ്പിൾസും ഡെവലപ്പ് ചെയ്യുന്നത് ഓരോ തരം നൃത്തങ്ങളാണ്. ഈ നൃത്തങ്ങൾ പലപ്പോഴും അനുകരിക്കാൻ പറ്റത്തില്ല, അതിനെ നമ്മൾ ജനറലൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരിക്കലും 2 വ്യക്തികൾ 2 കപ്പിൾസ് തമ്മിൽ നടത്തുന്ന ഈ സ്വഭാവ നൃത്തങ്ങൾ ഒരിക്കലും അത് കൃത്യമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതിൽ നിന്ന് കുറേ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. കൃത്യമായിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ആശയങ്ങൾ ഉണ്ടാകാൻ സാധിക്കും. കാരണം ലോകാരോഗ്യ ദിനത്തിൽ നമ്മൾ പറയുന്നത് മനസ്സെന്ന് പറയുന്ന ആ ഒരു വലിയ കാര്യത്തെക്കുറിച്ചാണ്. അതിനെ ആർക്കും പിടിച്ചടക്കാൻ പറ്റത്തില്ല. നമ്മുടെ മനസ്സിനെ നമുക്ക് പോലും പിടിച്ചടക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനെയും അതുപോലെ നമ്മുടെ പാർട്ട്ണറുടെ മനസ്സിനെയും ഒരുപോലെ കൊഹസീവായിട്ട് ഫ്രിക്ഷൻസ് ഒന്നും ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് സത്യത്തിൽ
ഈ പ്രോസസ്സിനെ ലക്ഷ്യം തന്നെ. എത്രയൊക്കെ ആണെങ്കിലും ഇതുവരെയും പൂർണ്ണമായ സംതൃപ്തിയോടെ പൂർണ്ണ രീതിയിൽ സൗഹാർദ്ദതയോടെ ഒരു കപ്പിളിന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ള അതിശയോക്തിയുള്ള കാര്യമൊന്നുമില്ല. ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും സംഭവിക്കും. അത് എവിടെയാണ് സംഭവിക്കുന്നത്, എങ്ങനെ അതിനെ മാറ്റാം, എങ്ങനെ അതിനെ പരിഹരിച്ച് ആ പരിഹാരം മറ്റുള്ളവർക്ക് ഗുണകരമായി ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ ചിന്ത. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ പ്രത്യേക ദിവസം, ലോകാരോഗ്യ ദിനത്തിൽ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും നല്ല സൗഖ്യം വേണ്ടത് മനസ്സിന് തന്നെയാണ്. അതെ, 95% സൈക്കോസൊമാറ്റിക് രോഗങ്ങളാണെന്നാണ് ഇന്നത്തെ കണ്ടുപിടുത്തം തന്നെ. ശരീരത്തിന് അസുഖമില്ലെങ്കിൽ പോലും മാനസികമായ തലത്തിൽ ഉണ്ടാകാം. ഇപ്പൊ നമ്മൾ കപ്പിൾസിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു ഭർത്താവ് അല്ലെങ്കിൽ മറ്റൊരു ഭാര്യ ചെയ്യുന്നത് കണ്ടിട്ട് അത് ആവർത്തിക്കപ്പെടണമെന്ന് ചിന്തിക്കുന്ന, ശഠിക്കുന്ന എന്തോരം സാഹചര്യങ്ങളുണ്ട്. അത് വ്യത്യാസമൊന്നും നിർബന്ധമൊന്നുമില്ല. ആണുങ്ങൾക്കും ആകാം, പെണ്ണുങ്ങൾക്കും ആകാം. ആ ഭാര്യയെ പോലെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു, അല്ലെങ്കിൽ ആ പുള്ളിയുടെ ഭാര്യയെ പോലെ, അല്ലെങ്കിൽ പുള്ളിയുടെ ഭർത്താവിനെ പോലെ ആയിരുന്നു നന്നായിരുന്നു എന്നൊക്കെ ചിന്തിക്കാത്ത സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. തീർച്ചയായിട്ടും ധാരാളമുണ്ട്. അപ്പൊ ആ സാഹചര്യത്തെ നിർത്തിയാണ് ഈ പറയുന്ന കപ്പിൾ ഡാൻസ്. അതിന്റെ തന്നെ ബേസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്റിമസിയുമായിട്ട് ബന്ധപ്പെട്ടും ഭയങ്കരമായിട്ട് ബന്ധം. ഇത് രണ്ടും രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളാണ്. ഇതിനെ എങ്ങനെ സമന്വയിപ്പിക്കാം? തീർച്ചയായിട്ടും ദേഷ്യം വേണം, വേണ്ടെന്നൊന്നും പറയുന്നില്ല. ഇന്റിമസി അതിനേക്കാളും അത്യാവശ്യമാണ്. പക്ഷെ ഇതിനെങ്ങനെ കോർഡിനേറ്റ് ചെയ്യാം, എങ്ങനെ ഇതിനെ ഒരേ നുഖത്തിൽ കെട്ടാം എന്നുള്ള ആ ഒരു വലിയ പഠനത്തിന്റെ ഭാഗമാണ് ജയരാമൻ സാറിൽ നമുക്ക് ഈ സ്റ്റഡികളൊക്കെ. സാർ തന്നെ പറഞ്ഞു, സാറിന്റെ പഠനത്തിൽ വളരെ ചെറിയൊരു ടോപ്പിക് ആണെങ്കിലും അതിന്റെ അർത്ഥതലങ്ങൾ അത്രമാത്രം ഉയർന്നതാണ്. അത് നൽകുന്ന റിസൾട്ട് ഗുണകരമാണ്. ഒത്തിരി പേർക്ക് അത് ഗുണപരമായി ഉപയോഗിക്കാൻ പറ്റും. സോഷ്യൽ റെലവൻസ് ഉള്ള ഒരു ടോപ്പിക് എന്ന നിലയിൽ തീർച്ചയായിട്ടും ഇതിന്റെ കൂടുതൽ സെഷൻസ് സാറിൽ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് വളരാം, ചുറ്റുപാടിനെ വളർത്താം. ഇന്നത്തെ ഈ ലോകാരോഗ്യ ദിനത്തിൽ എനിക്കും പറയാനുള്ളതും ആശംസ എന്ന് നൽകാനുള്ളതും തന്നെയാണ്. വളരെ യാദൃശ്ചികമല്ല എങ്കിൽ പോലും, അല്ലെങ്കിൽ യാദൃശ്ചികമാണെങ്കിൽ പോലും വിജയരാമൻ സാറിന്റെ ക്ലാസ് ഇന്നത്തെ ഈ ദിവസമായിട്ട് ചേർന്ന് വന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. താങ്ക് യു വിജയരാമൻ സാർ, വണ്ടർഫുൾ. നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. റോയ് സാർ. നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയത് സ്ത്രീ ആയിരിക്കാം പെർസ്യൂവർ ആയിട്ട് വരുന്നത് എന്നുള്ള രീതിയിലല്ലേ പറയുന്നത്. പക്ഷെ അത് കൂടുതലും അങ്ങനെ ആയിരിക്കും. പക്ഷെ റയറായിട്ടായി ഈ പുരുഷൻ പെർസ്യൂവർ ആയിട്ട് വരാറുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ശരിയല്ലേ സാർ? അതെ. അപ്പോ ഇതിന്റെ പ്രധാന കാരണം ആങ്സൈറ്റി ആണ് തന്നെ. പക്ഷെ അത് ശരിയായ ഇന്റിമസി വരുവാണ് എങ്കിൽ ഇത് ഉണ്ടാവുകയില്ല എന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? അപ്പൊ ഇന്റിമസിയുടെ കുറവാണ് ഇതിനകത്ത് ഇങ്ങനെ വരുന്നത്. അപ്പൊ അത് ബിഹേവിയറിലൂടെ ആണ് ഇന്റിമസി ഉണ്ടാക്കി എടുക്കേണ്ടത്. ഇല്ല എങ്കിൽ ഇതുപോലെയുള്ള കപ്പിൾ ഡാൻസ് തുടർന്നുകൊണ്ടിരിക്കും. അത് അവസാനം അപ്പൊ അത് പരിഹരിച്ചില്ല എങ്കിൽ, അതായത് ആ പെർസ്യൂവറുടെ ആ ഇത് ഒരല്പം കാണിച്ചില്ല എങ്കിൽ പ്രശ്നം ഗൗരവമായി. ഓക്കെ സാർ, ഇത് ഒരു വിഷയം വളരെ നിസ്സാരമാണെങ്കിലും അത് പ്രായോഗികമായി ചില കുടുംബജീവിതത്തിലൊക്കെ ഉള്ള കാര്യങ്ങളെ ചിന്തിക്കുമ്പോഴാണ് അതിന്റെ ഒരു ഗൗരവം നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും അതുവഴി ചിന്തിക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്ന സാറിന് വളരെയധികം. ഓക്കെ, ആരൊരാള് ഇത് ചെയ്തിട്ടുണ്ടല്ലോ, മ്യൂട്ട് ചെയ്യാനായിട്ടുണ്ട്, ശബ്ദം കേൾക്കുന്നുണ്ടോ? സംസാരം കേൾക്കുന്നു. പോസിറ്റീവ് കമ്മ്യൂണിന്റെ കുരിശിങ്കലിന്റെ സൗണ്ട് ആക്കുന്നത്. എങ്ങനെ? പോസിറ്റീവ് കമ്മ്യൂണിന്റെ കുരിശിങ്കൽ എന്നയാളുടെ സൗണ്ടാണ് കേൾക്കുന്നത്. അതെ, അതൊന്ന് മ്യൂട്ട് ചെയ്യണേ, അത് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, ഇനി പറഞ്ഞോളൂ. ഇനി ആരാ പറയുന്നത്? സാറേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. ആരാണ് ഓമന ടീച്ചർ? അമർജ്യോതി. ഇത് നമ്മൾ ഒരാളെ മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത്. ആക്സെപ്റ്റ് ദം ആസ് ദേ ആർ, അതാണ് ബെറ്റർ. ഇപ്പൊ ഒരാൾക്ക് പല കുഴപ്പങ്ങളുണ്ടാവും, പക്ഷെ അവരെ ഒന്നായിട്ട് മാറ്റി ഉഷാറാക്കിയിട്ട്
ജീവിക്കാന്ന് വിചാരിച്ചാൽ ഇറ്റ് വോണ്ട് ബി പോസിബിൾ. അപ്പൊ അതിനേക്കാൾ നല്ലത് ഒരാള് കുറച്ച് എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ വി ഷുഡ് ബി റെഡി ടു ആക്സെപ്റ്റ് ദം ആസ് ദേ ആർ. അങ്ങനെയാണെങ്കിൽ കുറെ നമുക്ക് ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് ആ ഇമോഷണൽ ബോണ്ട് ഉണ്ടാക്കിയത്. ഇമോഷണൽ ബോണ്ട് അത് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരുവിധം മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്കത് എന്താ പറയണ്ടത്, അത് സഹിക്കാൻ പറ്റും. ഇത് ഇപ്പോൾ ഉള്ള കുട്ടികൾ ഡിവോഴ്സിന്റെ ഏറ്റവും കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ആ ഇമോഷണൽ ബോണ്ട് ഇല്ല. പിന്നെ ഇമോഷണൽ അക്കൗണ്ട് ഉണ്ടാവില്ല. അക്കൗണ്ട് ഉണ്ടാവണ്ടേ, എന്നാലല്ലേ അക്കൗണ്ട് ആദ്യം ഉണ്ടാക്കി എടുത്താൽ മാത്രമേ ഉള്ളൂ അത് നമുക്ക് പിന്നീട് അത് ജീവിതത്തിൽ അത് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഇമോഷണൽ അക്കൗണ്ട് എടുക്കാണ്ട് നമ്മള് എന്താ പലതും പ്രതീക്ഷിച്ചാല് അവിടെ ഉണ്ടാലോ, ബാങ്കിൽ പൈസ ഇട്ടാലല്ലേ ഉണ്ടാവും. അതുപോലെ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള അക്കൗണ്ട് അവിടെ നല്ലോണം ക്രെഡിറ്റിൽ ഉണ്ടായിരിക്കും. അതിൽ വരുന്ന പിശകാണ് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണം. പിന്നെ സാറ് പറഞ്ഞത് പെണ്ണുങ്ങള് മാറണം എന്ന് പറഞ്ഞു. അത് പെണ്ണുങ്ങൾ ആണുങ്ങൾക്കും മാറാം. സാറ് പറഞ്ഞ കേസിലുള്ള പെണ്ണുങ്ങളാണോ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. അതെ അതെ, അത് തന്നെയാ ഈ കാര്യത്തിൽ മാത്രം. ഈ പെർസ്യൂർ ഡിസ്റ്റൻസ് എടുത്തുള്ള ഡാൻസിൽ മാത്രമാണ്. അത് ശരി, ഓക്കെ. കാരണം അവിടെ കൂടുതൽ ഓവർ റിയാക്റ്റഡ് ആയിട്ടും ഓവർ ഇമോഷണൽ ആയിട്ടും വരുന്ന സ്ത്രീയാണ്. ഓവർ ഇമോഷണാലിറ്റിയും ഓവർ റിയാക്ഷനും ആ സ്റ്റെപ്പ് എടുക്കരുത്. അതാണ് ഒരു സ്റ്റെപ്പ്. സ്ത്രീയുടെ സ്റ്റെപ്പ് കൂടുതൽ കുടുംബകാര്യത്തിൽ കൂടുതൽ റിയാക്ട് ചെയ്യണം. സ്ത്രീ കൂടുതൽ വികാരം കൊണ്ടാണ് ചെയ്യുന്നത്. അത് കുഞ്ഞിന് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഏറ്റവും അച്ഛനും ഉണ്ട് ഇവിടെ. അച്ഛന്റെയും അമ്മയ്ക്കും ഒക്കെ തുല്യ സ്നേഹമാണ്. പക്ഷെ അമ്മയ്ക്കാണ് കൂടുതൽ വരീസ് വരുന്നത്. അവരങ്ങനത്തെ ഒരു നേച്ചർ ആണെങ്കിൽ അവർക്ക് ഹെറിഡിറ്ററി കിട്ടിയാണെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ചേഞ്ച്. അതിനേക്കാൾ നല്ലത് ഭർത്താവ് അവരെ മനസ്സിലാക്കിയിട്ട് ഷീസ് ലൈക്ക് ദാറ്റ്, അതായിരിക്കും കൂടുതൽ നന്നാവുക. പിന്നെ ഒരു പോയിന്റ്, ടേക്ക് ടൈം ടു റിയാക്ട്. അതായത് നമ്മൾ ഒരാളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അയാൾ നോർമൽ സ്റ്റേജിലേക്ക് കൂൾ ഡൗൺ ആയി കഴിഞ്ഞിട്ട് അവരെ കാര്യങ്ങൾ മനസ്സിലാക്കുക. അല്ലാണ്ട് പെട്ടെന്ന് ആ സമയത്ത് തന്നെ റിയാക്ട് ചെയ്യുന്നവരാണ് അവിടെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതൊക്കെയാണ് ആൻസൈറ്റി അവിടെ വരുവാണ്. അത് റെഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നതാണ് പാർട്ട്ണറുടെ ഭാഗം. അത് റെഡ്യൂസ് ചെയ്യണം. അത് റെഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതിന് രണ്ടുപേർക്കും ഒരുപോലെ ഉത്തരവാദിത്വമുള്ളതായ ഒരു കേസ് കെട്ടില് ഒരാൾക്ക് ആങ്സൈറ്റി കൂടുതൽ വരുന്നു. ആങ്സൈറ്റി കൂടുതൽ വരുന്നതെന്നു പറഞ്ഞാൽ ഞാൻ മാത്രമേ ഈ കാര്യം ശ്രദ്ധിക്കുന്നുള്ളൂ, പാർട്ട്ണറുടെ സഹായമില്ല എന്ന് പറയുന്നതാണ്. അപ്പൊ അത് മാറ്റിയെടുക്കാനുള്ള ഒരു ഭാഗം വരണമെങ്കിൽ ആണ് സാർ പറഞ്ഞ ഈ കാര്യം. അതൊന്ന് മാറ്റിയെടുക്കാൻ, റെഡ്യൂസ് ചെയ്യാൻ. അത് ഈ കാര്യത്തിൽ മാത്രമാണ് കേട്ടോ. പുരുഷൻ മാറേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ ഡാൻസിൽ സ്ത്രീയുടെ സ്റ്റെപ്പാണ് മാറ്റേണ്ടതെന്ന് ഞാൻ പറഞ്ഞത്. അതിന് അടുത്ത ക്ലാസ്സിൽ വരുന്നുണ്ടെങ്കിൽ കൂടുതൽ വിശദാക്കാം. ഇപ്പൊ സമയമില്ലാത്തത് മാത്രമാണെന്ന് പറയാത്തത്. എങ്ങനെ മാറ്റാന്നുള്ളത് വിശദാക്കാം. എന്താണ് ഭാര്യ ചെയ്യേണ്ടത്? ഈ സാഹചര്യത്തിൽ ഭാര്യ എന്താണ് ചെയ്യേണ്ടത്? സ്മൂത്ത് ആയിട്ട് അത് മാറാനുള്ള കാര്യം അവർ പറയുന്നുണ്ട് പുസ്തകത്തില്. സ്മൂത്ത് ആയിട്ട് ഒരു പ്രശ്നം, ഭാര്യയ്ക്കും പ്രശ്നം ഉണ്ടാവില്ല, ഭർത്താവിനും പ്രശ്നം ഉണ്ടാവില്ല, കുടുംബത്തിനും പ്രശ്നമില്ലാതെ സ്മൂത്ത് ആയിട്ട് ഇത് മാറ്റാനുള്ള പ്രൊവിഷൻ സ്ത്രീക്ക് കയ്യിലുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിന്റെ തന്നെ ഒരു വകഭേദമാണ് കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുന്ന സ്ത്രീക്ക്. പുരുഷന് ജോലിക്കുറവ് വരുന്നു. അത്രയും ജോലി ചെയ്യേണ്ടതല്ല. പുരുഷന് ഇതാണ് ഭയങ്കര സ്പേസ് ആണ് കുടുംബത്തില്. സ്ത്രീക്ക് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ ജോലി ചെയ്യേണ്ടി വരും. ജോലി ഭാരം കൂടെ അങ്ങനെ പ്രശ്നങ്ങളാണ്. ആ രീതിയിൽ വരുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. ഇത് മറ്റൊരു കാര്യം. ഇപ്പൊ ഈ ഓവർ ഫങ്ഷനിങ് എന്നാണ് അതിന് പറയുന്നത്. സ്ത്രീയുടെ ഓവർ ഫങ്ഷനിങ് ആൻഡ് അത് രണ്ടും ഇതുപോലുള്ള ഒരു തന്നെയാണ്, ഡാൻസ് തന്നെയാണ്. അപ്പൊ ഈ ഓവർ ഫങ്ഷനിങ് ചെയ്യേണ്ടി വരുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് വ്യക്തമാക്കാം. കാരണം കൂടുതൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം. അതുകൊണ്ട് ഓക്കെ, താങ്ക് യു സർ. വെൽക്കം. ഓക്കെ, ഓമന ടീച്ചർ ഉണ്ടോ? ഉണ്ട് സർ. പറയൂ. താങ്ക് യു സർ. നമ്മള് ഈ ഇമോഷണൽ അക്കൗണ്ടിനെ പറ്റിയും
നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ഈ ഏജിലൊക്കെ പറയാൻ പറ്റും. പക്ഷെ കല്യാണം കഴിക്കുന്നത് വളരെ ചെറിയ പിള്ളേരാണ്. അപ്പം ഇന്ന് ഞാൻ പല്ല് ഡോക്ടറെ അടുത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഒരു ചെറിയ പെൺകുട്ടിയാണ്, മുസ്ലിം പെൺകുട്ടിയാണ്. പിന്നെ ചെറിയ പെൺകുട്ടിയാണെങ്കിലും കുട്ടികൾ ഹൈസ്കൂളിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. എന്നോട് ഇങ്ങനെ അപ്പം ടി വി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ആ വീട്ടിൽ പ്രസവിച്ച് രക്തസ്രാവം വന്ന് മരിച്ച ആ ലേഡിയുടെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ അപ്പോൾ ആ പെൺകുട്ടി എന്നോട് പറയുക, ആ കല്യാണം എന്ന് പറയുന്നത് ഒരു കുട്ടിക്കളിയാണ് ആളുകൾക്ക് എന്ന് പറയുക. ശരിക്കും ആ ചെറിയ പ്രായത്തിലോ അല്ലെങ്കിൽ ഓരോ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ഭാര്യ ആങ്സൈറ്റി കുറച്ചത് കൊണ്ട് ഭർത്താവ് അങ്ങോട്ട് റെഡിയായി, അതൊന്നും എല്ലാ സ്ഥലത്തും ഒരു സ്ഥലത്ത് മിക്കവാറും നടന്നെന്ന് വരികയാണ്. സാഹചര്യവും ഓരോരുത്തരുടെ പേഴ്സണാലിറ്റിയും വേറെ വേറെ അല്ലേ. ഇപ്പം കുട്ടിക്ക് സുഖമില്ലാതെ വരുമ്പോൾ അമ്മമാർക്ക് ടെൻഷൻ ഉണ്ടാവും. എനിക്ക് അത് കേട്ടപ്പം വല്ലാതെ തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ ടൗണിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്താണ് താമസിക്കുന്നത്. അപ്പോൾ പുള്ളി ടൗണിലേക്കാണ് ജോലിക്ക് പോകുന്നത്. അപ്പോൾ ഒരു ചുമയൊക്കെ ദൂരേന്ന് വരുമ്പോഴേ ഞാൻ ഒരു കഫ് സിറപ്പ് കിട്ടണമെന്ന് വിചാരിക്കും. ഞാൻ എടുത്തു വെക്കും. എങ്ങാനും ഇല്ലാതെ പോയാൽ പിറ്റേ ദിവസം വൈകുന്നേരം ഓഫീസ് വിട്ട് വരുമ്പോഴേ കിട്ടുള്ളൂ. അത് പോരാ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ എൻ്റെ സ്കൂൾ മുടങ്ങും. സ്കൂളും ഫാമിലിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആങ്സൈറ്റി അങ്ങനെ നമ്മൾ പറയാൻ എളുപ്പമാണ്. നമ്മളിപ്പോൾ സൈക്കോളജി പഠിച്ചപ്പോൾ എനിക്ക് തോന്നി അന്ന് വേണമെങ്കിൽ കുറച്ച് ക്ഷമിച്ചേക്കായിരുന്നു. ഞാൻ അങ്ങനെ കൃത്യമായി മരുന്ന് കൊടുത്ത് മക്കളെ വളർത്തിയിട്ട് എന്താ പ്രയോജനം ഉണ്ടായത്? പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അന്നേരം അതേ പറ്റൂ. കുട്ടികളെ റെഡിയാക്കി വളർത്തലേ എനിക്ക് പറ്റൂ. അപ്പോൾ കുട്ടികളുടെ ഒരു നേരത്തെ ഫുഡ് പോലും ഞാൻ തന്നെ റെഡിയാക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ എവിടെയും പോകാതെ കോഴി ഇരിക്കുന്ന പോലെ, എന്താ പറയുക, കോഴി പൊരുന്ന ഇരിക്കുന്ന പോലെ ഞാൻ ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി എന്ന് വേണമെങ്കിൽ ചോദിച്ചാൽ എനിക്കത് അന്നേരം അതേ പറ്റുള്ളായിരുന്നു. പിള്ളേർക്ക് അസുഖം വരരുത്. അപ്പം ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്നാന്ന് വെച്ചാൽ ഒരു പനി വന്നാൽ 3-4 ദിവസത്തെ വളർച്ചയും ആ കുട്ടിയുടെ ഇത് മുടങ്ങിയില്ലേ. അപ്പോൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു ആ കാര്യത്തിൽ. പക്ഷെ എനിക്ക് മരുന്ന് കിട്ടാത്ത ആൻസൈറ്റി മാം. അതാണ് ആങ്സൈറ്റി. പക്ഷെ ആ ആങ്സൈറ്റി അമ്മയ്ക്കുണ്ടാവും, അച്ഛനത് ഉണ്ടാവില്ല. എല്ലാ അച്ഛന്മാരും അല്ല ഞാൻ പറഞ്ഞത്, മിക്കവാറും കേസുകളിൽ അച്ഛന്മാർക്ക് ആ ആങ്സൈറ്റി ഉണ്ടാവില്ല. അത് നാളെ വൈകുന്നേരം ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നാൽ പോരെ ഈ മരുന്ന് എന്ന് ചിന്തിക്കുമ്പം നമുക്ക് ഒരിക്കലും പുറകോട്ട് പോകാൻ പറ്റില്ല. അപ്പം ഞാനെപ്പോഴും മരുന്ന് കരുതി വെക്കും. ഇവർക്കൊക്കെ വേറെ ആർക്കെങ്കിലും അസുഖം പിടിച്ചാൽ ഞാൻ കൊടുക്കൂല, കാണിക്കൂല. കാരണം എനിക്കത് വേണേ. അങ്ങനെയൊക്കെ വിഷമിച്ചാണ് നമ്മൾ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്നത്. ഇപ്പം ആലോചിച്ച് നോക്കുമ്പം എമോഷണൽ അക്കൗണ്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് അറിയാം. അത് പ്രാക്ടിക്കലാക്കിക്കൂടെ എന്നൊക്കെ ആലോചിക്കും. പക്ഷേ ഓരോ പേഴ്സണാലിറ്റിയും യുണീക്കാണല്ലോ. അപ്പം നമ്മൾ ഇവിടെ എടുക്കുന്ന ഇടവ് അവിടെ പറ്റില്ല, അവിടെ എടുക്കുന്ന ഇടവ് ഇവിടെ പറ്റില്ല. ഇത് ഇത്ര കണക്കാക്കി കരുതി ജീവിക്കാൻ ചെറിയ പെൺകുട്ടികൾക്കാവുമോ? പിന്നെ ഈ കൺസെപ്റ്റ് ഉണ്ടല്ലോ, ഈ ഡാൻസ് എന്ന് പറയുന്നത്, അതെനിക്ക് ഭയങ്കര രസം തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളാണ് ഈ ഇന്ത്യക്കാരൊക്കെയാണ് കൂടുതൽ ഫാമിലി ബോണ്ടിങ്ങിൽ കൊണ്ടുപോയത് എന്നാണ് പറയുന്നത്. പക്ഷെ അത് പറച്ചൽ മാത്രമാണ്, അത് ആ സ്ത്രീയുടെ സഹനം മാത്രമാണ്. അതേസമയം വെസ്റ്റേൺ കൺട്രീസിൽ ഈ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ കുറച്ചും കൂടി ലാഘവത്തിൽ കുറച്ചും കൂടി നന്നായി ഇത് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്, കൊണ്ടുപോകുന്നുമുണ്ട്. അപ്പം നമ്മളങ്ങ് പറഞ്ഞ് ഫലിപ്പിക്കുകയാണ്. ഇവിടെ മാത്രമേ ഫാമിലി ലൈഫ് കൃത്യമായിട്ടുള്ളൂ, അവിടെയൊക്കെ വേഗം ഡൈവേഴ്സാണ്. ഇപ്പം ഒരു 10 കൊല്ലം മുമ്പ് എത്ര കുടുംബ കോടതി ഉണ്ടായിരുന്നു? എത്ര കുടുംബ കോടതി ഇപ്പം എത്ര അധികമായി? ഏതെങ്കിലും ഒരു കുടുംബ കോടതിക്ക് ഒഴിവുണ്ടോ? ഇല്ല. അവിടെയെല്ലാം ഭയങ്കര ആൾക്കൂട്ടമാണ്. കൂടുതലും ചെറിയ പെൺകുട്ടികളാണ്. ഇന്നിപ്പോൾ ആ പെൺകുട്ടി എന്നോട് പറയുക, ഇപ്പോഴത്തെ പെൺകുട്ടികൾ അങ്ങനെയൊന്നും നിൽക്കൂല, അവരെങ്ങനെയെങ്കിലും ഒരു ജോലി സമ്പാദിച്ചിട്ട് ഇട്ടിട്ടങ്ങ് പോവും, പിന്നെ ആരും ഇങ്ങനെ നിന്നു കൊടുക്കുന്നില്ല. അത് സത്യമാണ്. ഒത്തിരി ആ ചെറിയ പ്രായത്തിൽ അങ്ങനെ തോന്നുമായിരുന്നെങ്കിൽ ഇപ്പൊ ഇത്രയും ഫാമിലികളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇപ്പോഴത്തെ പെൺകുട്ടികൾ ചിന്തിക്കുന്ന പോലെ എത്രയോ മുമ്പേ ആരെങ്കിലും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഫാമിലീസ് ഒന്നും ഉണ്ടാവില്ല. എന്തായാലും ആരും അങ്ങനെ സഹിക്കാൻ തയ്യാറല്ല. ഇവിടെ ഇങ്ങനെ ഫാമിലി നിലനിന്നത് ഒരു ഇമോഷണൽ അക്കൗണ്ടും അല്ല, ലേഡീസിന്റെ സഹനം മാത്രമാണ്. എത്രയോ വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം കുറേ ഭയങ്കര കുറവുണ്ട്. ഹസ്ബൻഡുമാരിങ്ങനെ പത്രവും വായിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് എപ്പം നോക്കിയാലും. പിന്നെ അന്ന് TV ഇല്ലാത്തതുകൊണ്ട് ഈ പത്രം ഇങ്ങനെ പൊക്കി പിടിച്ച് ഈ കർട്ടൻ ഇട്ടിരിക്കുന്ന പോലെ അങ്ങ് ഇരിക്കുകയാണ്.
മുഴുവൻ ജോലികളും ലേഡീസിനാണ്. ഇനി പുറത്ത് ജോലിക്ക് പോകുന്നവരായാലും ശരി, അല്ലെങ്കിലും ശരി. അതങ്ങനെയൊക്കെ എന്തെല്ലാം മോശം ശീലങ്ങളായിരുന്നു നമുക്കുണ്ടായിരുന്നത്. മാം ഇപ്പൊ ഒരു അത് കാര്യം ചോദിച്ചോട്ടെ? ഒരു സർ കാര്യം ചോദിച്ചോട്ടെ? ഒരു കാര്യം ചോദിച്ചോട്ടെ? ഇപ്പൊ നമ്മളിപ്പോ ഇതിലേക്ക് വരാന്ന് വെച്ചോളൂ, ഈ ഡാൻസിലേക്ക്. മാം ഡാൻസ് പറഞ്ഞ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് കാരണം മാമിനെ പോലുള്ള ഒരു സ്ത്രീയെ എഴുതിയ പുസ്തകമാണ്. അവര് കണ്ടെത്തിയ കാര്യമാണ്. അതാണ് ഇതിന്റെ കാര്യം. അവര് ശരിക്കും മാമിനെ പോലെ ചിന്തിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു. കാരണം ഇങ്ങനെ മാറ്റങ്ങൾ വരണമെന്നും സ്ത്രീകളുടെ ക്ഷേമം വരണം എന്നൊക്കെ ചിന്തിച്ച ഒരു സ്ത്രീയാണ് എഴുതിയത്. അതാണ് മാമിന് ഇഷ്ടപ്പെട്ടത്. പക്ഷെ ഇപ്പൊ ഞാനിപ്പോ ഇന്ന് പറഞ്ഞ കാര്യം മുഴുവൻ പെർസ്യൂവർ ഡിസ്റ്റൻസ് ഡാൻസിനെ കുറിച്ചാണ്. ഇതില് സ്ത്രീ ഓവർ റിയാക്ട് ചെയ്യാണ്, അതുപോലെ തന്നെ ഓവർ ഇമോഷണൽ ആവാണ്. ഇത് രണ്ടും പുരുഷനും ആൻസൈറ്റി ഉണ്ടാക്കുന്നുണ്ട്, പുരുഷനും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കേണ്ടത് ഇതുകൊണ്ട്. അതുകൊണ്ടനുസരിച്ചാണ് പുരുഷൻ ഡാൻസ് കളിക്കുന്നത്, അകറ്റി ഡാൻസ് കളിക്കുന്നത്, അകന്നകന്ന് പോകുന്നു സ്ത്രീയായിട്ട് പുരുഷൻ. ഇതാണ് ഈ ഡാൻസ്. സ്ത്രീ വീണ്ടും വീണ്ടും അകത്തിട്ട് ഓവർ റിയാക്റ്റഡ് ആയിട്ട് ഭർത്താവിന്റെ അടുത്തോട്ട് വരുന്നു, ഓവർ ഇമോഷണൽ ആയിട്ട്. അത് അങ്ങനെ അങ്ങനെയായിട്ട് വഴക്കാണ് ഇവിടെ വരുന്നത്. അത് മനസ്സിലാവുന്നത്? ഈ കുട്ടിയുടെ കാര്യത്തിനല്ലേ സാറേ? ഇത് എല്ലാ കാര്യത്തിലും ഇങ്ങനെ. ഇതൊരു പ്രകൃതമാണ്, പാറ്റേൺ ആണ്. എല്ലാ കാര്യങ്ങളിലും സ്ത്രീ പുരുഷ ഭാര്യയും ഭർത്താവും ഇങ്ങനെയാണ്. ഈ ഡാൻസ് കളിക്കുന്നുണ്ടെങ്കിൽ ഇത് സാർവത്രികമാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഈ ഒരു ഡാൻസ് ആണ് ഭാര്യയും ഭർത്താവും കളിക്കണമെങ്കിൽ എല്ലാ കാര്യത്തിലും ഇവരിങ്ങനെയാണ്. അവസാനം സ്ത്രീക്ക് ബുദ്ധിയില്ല, ഞാൻ പറഞ്ഞു കൊടുത്ത തെറ്റിലെ കാര്യം കൊണ്ട് പുരുഷൻ തലയുയർത്തി പിടിക്കും, സ്ത്രീ തല താഴ്ത്തി പിടിക്കും. അങ്ങനെയാണല്ലോ വേണ്ടത് അല്ലേ? അങ്ങനെയാണ് നടക്കാറ്. പെണ്ണ് ഭാര്യ നിൽക്കേണ്ട ഇത്തിരി താഴെയാണ്, പുരുഷൻ എപ്പോഴും കുറച്ച് ഉയരാണ് അല്ലേ? അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തുന്നു. ഇതാണ് ഈ കാര്യം. ഓക്കെ, റൈറ്റ്? ശരിയല്ലേ? അങ്ങനെ പിന്നെ സർ, അങ്ങനെ ആണ് നമ്മുടെ കൺസെപ്റ്റ്. അതിന് കുഴപ്പമില്ല. ആ ഭർത്താവിന്റെ ഉയർച്ച തലയ്ക്ക് മാത്രം പോരാ, പ്രവർത്തിക്കും വേണം. അതെ, അപ്പൊ സ്ത്രീ അംഗീകരിക്കും. അടുത്ത ക്ലാസ്സിൽ അതിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ സ്ത്രീ അംഗീകരിക്കും. സ്ത്രീക്കും ബുദ്ധിമുട്ടുണ്ട്, അതുപോലെ പുരുഷനും ബുദ്ധിമുട്ടുള്ള ഒരു ഡാൻസ് ആണ്. ഇതിനെ ഭംഗിയായിട്ട് വേറൊരു നൃത്തത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും, നല്ല ദാമ്പത്യ ബന്ധത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്ന് പറയുന്നു. അതെങ്ങനെ? അതിന് സ്റ്റെപ്പ് മാറ്റേണ്ടത് സ്ത്രീയാണെന്നാണ് ഈ സൈക്കോളജിസ്റ്റ് തന്നെ പറയുന്നത്. സ്ത്രീ പക്ഷത്തിലെ സൈക്കോളജിസ്റ്റ് ആണ് സ്ത്രീ സ്റ്റെപ്പ് മാറ്റണം എന്ന് പറയുന്നത് കേട്ടാ, പുരുഷനല്ല പറയുന്നത്. സ്ത്രീയുടെ പക്ഷത്തുള്ള സൈക്കോളജിസ്റ്റ് തന്നെയാണ്, ഫെമിനിസ്റ്റ് ആയുള്ള സൈക്കോളജിസ്റ്റ് ആണ് എന്ന് പറയുന്നത്. അപ്പോ അതേ ഇതിന് വഴിയുള്ളൂ എന്നും അവർ പറയുന്നു. അത് എന്താണെന്നുള്ള അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. ക്ലിയർ അല്ലേ മാം? അതെ സർ, ഞാൻ പിന്നെ ആ ഒറിജിനൽ ഡാൻസിനെ പറ്റി ചിന്തിച്ചു. ഈ വെസ്റ്റേൺ കൺട്രീസില് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒന്നിച്ച് ഡാൻസ് കളിക്കുന്ന ഏർപ്പാടുണ്ടല്ലോ. അങ്ങനെയെങ്കിലും ഒരു ഇന്റിമസി ഉണ്ടാക്കാനുള്ള സന്ദർഭം ആണല്ലോ എന്ന് ഞാൻ മനസ്സിൽ ഓർത്തു. അതുപോലും നമുക്ക് ഇവിടെ ഇല്ലല്ലോ എന്ന് ഓർത്തു. താങ്ക് യു സർ. ഓക്കെ, ഇനി ആരെങ്കിലും പറയാനുണ്ടോ? ജോർജ് സാറുണ്ട്, സുകുമാരൻ സാറുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. വിജയരാമൻ സാർ, താങ്ക് യു. അടുത്ത മനോഹരമായ പുതിയ ഒരു ടെക്നിക്കുമായിട്ടാണ് സാർ അടുത്ത ആഴ്ച വരുന്നതെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് പ്രയോഗിച്ചിട്ടുണ്ടോ, നമ്മൾ പ്രയോഗിച്ചിരുന്നെങ്കിൽ പ്രശ്നമുണ്ടോ, ഇല്ലേ? എന്തെങ്കിലും എന്താ പറയുന്നത്, മാജിക് ഉണ്ടോ എന്നൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഭാര്യ സ്റ്റെപ്പ് എടുത്തിരുന്നെങ്കിൽ നമ്മുടെ ദാമ്പത്യ ജീവിതം എന്തായിരുന്നു ആകുമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. അതാണ് ഇപ്പൊ ദാമ്പത്യ ജീവിതം ഇതേ രീതിയിൽ തന്നെ പോകുന്നത്. ഈ പെർഷ്യൂർ ഡിസ്റ്റൻസറിനെ ആയിരിക്കും 90% ആൾക്കാരുടെ ദാമ്പത്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഈ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഭാര്യ വേറൊരു സ്റ്റെപ്പ് എടുത്തെങ്കിൽ നമ്മുടെ ജീവിതം എത്ര നന്നാകുമായിരുന്നു, നമുക്കും സന്തോഷമാകുമായിരുന്നു. അതിലേക്കാണ് അടുത്ത ക്ലാസ്സിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനകത്ത് ഒത്തിരി റിസർച്ച് ഏരിയകളും കൂടെ കൃത്യമായിട്ട് എവിഡന്റ് ആയിട്ട് പൊങ്ങി വരുന്നുണ്ട്. അവിടെ എല്ലാം നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന എക്സ്പീരിയൻസും മറ്റുള്ളവരുടെ ലൈഫിൽ നമ്മൾക്ക് കൗൺസിലിങ്ങിന്റെ തലത്തിൽ കിട്ടിയ എക്സ്പീരിയൻസ് ഒക്കെ കൃത്യമായിട്ട് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച് വൺസ് അഗൈൻ. അപ്പൊ ഇന്ന് വേൾഡ് ഹെൽത്ത് ഡേയിൽ എല്ലാവർക്കും എല്ലാവിധ ആരോഗ്യവും ആശംസിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. സീ യു. അതുപോലെ ഞാൻ പറയാൻ മറന്നുപോയി, നമ്മള് പോസിറ്റീവ് കമ്മ്യൂണിന്റെ ഒരു ട്രെയിനേഴ്സ് ലീഗ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു.
അപ്പൊ അതിൻ്റെ അകത്ത് അതിന്റെ പ്രധാനമായിട്ട് 5 ട്രെയിനേഴ്സിനെയാണ് സമ്മാനം കൊടുത്ത് ഫൈനലിൽ എടുക്കുന്നത്. 5 സമ്മാനങ്ങൾ നമ്മളാണ് സ്പോൺസർ ചെയ്യുന്നത്, മാറ്റിനി ഫ്രീ വെബിനാർ. ഞാനത് കേട്ടോണ്ടിരുന്നതിന്റെ സൗണ്ട് ആയിരിക്കും അപ്പോൾ അവിടെ വന്നത് എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ആ കുരിശിങ്കലിന്റെ സൗണ്ട് ആണല്ലോ എന്ന് തോന്നിയായിരുന്നു. അതെ അതെ അതെ. അത് നമ്മളെ കുറിച്ച് മാറ്റിനി ഫ്രീ വെബിനാറെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതായതുകൊണ്ടാണ് സാബു സാറിന് പറയുന്നത് പെട്ടെന്ന് ഞാൻ ഞാൻ കേട്ടു. എല്ലാം മറന്നുപോയി. ഞാൻ അല്ല, ഈ- സാബു സാറിന് പറയുന്നത് ഞാൻ കേട്ടു. അതെ അതെ. അപ്പൊ അത് ഞാൻ കേട്ടു. പക്ഷെ അപ്പൊ എന്റെ എല്ലാ ശ്രദ്ധയെല്ലാം പോയി. ഈ പറഞ്ഞ പോലെ വിജയരാമൻ സാർ പറഞ്ഞ പോലെ നമ്മുടെ സാറ് ഡാൻസിന്റെ സ്റ്റെപ്പ് മാറിപ്പോയി. മ്യൂട്ട് ചെയ്താൽ മതിയായിരുന്നു. ഞാൻ എന്നാ ചെയ്യാന്, ഇത് ഹെഡ്ഫോണിലും മറ്റേ സ്പീക്കറിലുമാണ്, തിരിച്ചായിരുന്നു ചെയ്യണ്ടേ. ഓക്കെ അതാ ആ സമയത്ത് സ്റ്റെപ്പ് മാറിപ്പോയതാ പറഞ്ഞത്, നമ്മുടെ ഡാൻസിന്റെ സ്റ്റെപ്പ് മാറിപ്പോയി. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. വെൽക്കം വെൽക്കം.